പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 60-ാമത്തെ ക്ലാസ്സിലേക്കാണ് 2026 ജനുവരി മാസം 28-ാം നാം പ്രവേശിച്ചിരിക്കുന്നത്. കുഞ്ഞാടാം ദൈവം സ്വർഗാസ്വർഗത്തിൽ പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകത്തിൻ്റെ ഓരോ മുദ്രകൾ തുറക്കുന്നതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത്. അതിൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവർഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു എന്നുള്ളതിനെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. അപ്പോൾ അതേക്കുറിച്ചുള്ള പഠനത്തിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഈ 6-ാം മുദ്രയിൽ ഉണ്ടാകുന്ന വലിയ ഭൂകമ്പം നിമിത്തമാണ് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകി പോകുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ മലകൾക്കും ദ്വീപുകൾക്കും ഇളക്കം മാത്രമാണ് സംഭവിക്കുന്നത്. അവ ദ്വീപുകൾ ഓടിപ്പോകുന്നതും മലകൾ കാണാനില്ലാതാകുന്നതും 7-ാം കലശത്തിൻ്റെ കാലത്താണ്. 16-ാം 20-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസങ്ങൾ അത് ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും സംഭവിക്കേണ്ട കാര്യങ്ങളെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ആകാശത്തെയും ഭൂമിയെയും കരയെയും ഇളക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളാണ് നിവർത്തിയിരിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇളക്കം സംഭവിക്കുമ്പോൾ ദ്വീപുകൾക്ക് ഇളക്കം തട്ടും. എന്നാൽ ദ്വീപുകൾ ഓടി ദൂരത്തേക്ക് പോകും. അപ്പോൾ ഇന്ന് കാണുന്ന ദ്വീപുകൾ, നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് ഐലൻഡ്സുകളുണ്ട്, ഒരുപാട് ദ്വീപുകളുണ്ട്. ലക്ഷദ്വീപ്, മറ്റുള്ള പല ദ്വീപുകളുണ്ട്. എല്ലാ ദ്വീപുകളും നിങ്ങൾ അവിടെ താമസിക്കുന്നവരോട് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഈ ദ്വീപുകളെല്ലാം ഒരു ദിവസം വളരെ ദൂരത്തേക്ക് ഓടി മാറപ്പെടുവാനിടയായിത്തീരും. കാരണം ഈ ദ്വീപുകളിലുള്ള നാശം സംഭവിക്കാതിരിക്കുവാൻ അതിനെ സമുദ്രത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് ദൈവം അതിനെ എത്തിക്കുവാനിടയായിത്തീരും. കാരണം മലകൾ ഇളകി സമുദ്രത്തിൽ വീഴുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്, മലകൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും ഞാൻ കുലുങ്ങിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മലകൾ കാണാനില്ലാതായി എന്ന് പറയുമ്പോൾ വലിയ മലകൾ ഒക്കെയും കാണാനില്ലാതെയാകും. ഇന്ന് കാണുന്ന വലിയ വലിയ മലകൾ, പർവ്വതങ്ങൾ എല്ലാം, വലിയ വലിയ മലകളൊക്കെയും അത് കാണാനില്ലാതെയാകുന്ന വിധത്തിൽ പോകുന്നാൽ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം നിലനിൽക്കുമെന്നുള്ളതും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ പുസ്തകങ്ങളിൽ അതേക്കുറിച്ച് വളരെ കാര്യമായ രീതിയിൽ രേഖപ്പെടുത്തി. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നുവെന്ന്. ഇപ്പോൾ ഒലിവുമല പിളർന്നു പോകും കർത്താവിന്റെ 2-ാമത്തെ വരവെങ്കിൽ. എന്നാൽ അതിനു മുമ്പായി പർവ്വതങ്ങൾക്ക് പിളരേണ്ടതും അത് ഇളക്കം സംഭവിക്കേണ്ടതും മാറിപ്പോകേണ്ടതും സമുദ്രത്തിൽ വീഴേണ്ടതും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും കാണത്തക്കവണ്ണമുള്ള ഒരു സമതലത്തിൻ്റെ രീതിയിലായിരിക്കും കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിലെ ഭൂമി എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട യെരുശലേമിൽ, സിയോൻ മലയിൽ, അഥവാ യെരുശലേം ആസ്ഥാനമാക്കി കർത്താവ് തൻ്റെ മഹത്വ സിംഹാസനം വയ്ക്കുമ്പോൾ അവൻ്റെ സിംഹാസനം ഭൂമിയിലുള്ള സകല മനുഷ്യരും കാണത്തക്കവണ്ണമുള്ള ഒരു ചുറ്റുപാടിലായിരിക്കും അന്നത്തെ ഭൂമിയെ ദൈവം നിരപ്പാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് മലകൾ മാറിപ്പോവുകയും ദ്വീപുകൾ വളരെ ദൂരത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ, ഇതെങ്ങനെയായി തീരും എന്നൊക്കെ നാം ചിന്തിക്കും. പർവ്വതങ്ങളെ സൃഷ്ടിച്ചവന്, മലകളെ ഉണ്ടാക്കിയവൻ അതിനെ മാറ്റുവാനും കഴിയും. നമുക്കറിയാം, നമ്മളൊരു ബിൽഡിങ്ങൊക്കെ ഇന്നത്തെ പണിത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ബിൽഡിങ് ഒരു 2 മീറ്ററോ 3 മീറ്ററോ അല്ലെങ്കിൽ കുറച്ച് ദൂരം വേണമെങ്കിൽ അതിനെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്ന ടെക്നോളജി ഇന്നുണ്ട്. കാരണം പണ്ടൊക്കെ ആയിരുന്നു വീട് വെച്ചാൽ പിന്നെ അവിടെ സ്ഥിരമായിട്ടിരിക്കേണ്ടത്. അത്യാവശ്യം വന്നു കണ്ടു കഴിഞ്ഞാൽ വീടിൻ്റെ അസ്ഥിവാരത്തിന് അകത്ത് അടിയിൽ അവർ പ്ലാറ്റ്ഫോമുണ്ട്, അവർ ജാക്കി വെച്ച് പ്ലാറ്റ്ഫോം വെച്ചിട്ട് അത് വലിച്ചുകൊണ്ട് പോകും. എത്ര വേണമോ അത്രയും ദൂരത്തേക്ക് വലിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ മനുഷ്യന് അവനുണ്ടാക്കിയിരിക്കുന്ന നിർമ്മിതിയെ അവൻ്റെ കഴിവനുസരിച്ചുള്ള കാര്യങ്ങൾ അനുസരിച്ച് വലിച്ചു നീക്കിക്കൊണ്ടു പോകാൻ കഴിയുമെങ്കിൽ
ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന് നിർമ്മിതികളായിരിക്കുന്ന മലകളെയും സമുദ്രങ്ങളെയും ദ്വീപുകളെയും ഒക്കെ അവൻ്റെ കയ്യിൽ ഇഷ്ടത്തിന് അവന് ചലിപ്പിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇതൊന്നും അസാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ സാധ്യമാകുമോ, അല്ലെങ്കിൽ സാധിക്കുന്ന കാര്യങ്ങളാണോ, അതോ വെറുതെ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നതാണോ എന്ന് ചിന്തിക്കരുത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയത്ത് ഇളക്കം മാത്രമാണ് തട്ടുന്നത്. എന്നാൽ അത് ദ്വീപുകൾ ഓടിപ്പോകുന്നതും മലകൾ കാണാനില്ലാതാകുന്നതും വെളിപ്പാട് 16-20 വാക്യത്തിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം അതിനെ ഇളക്കി വയ്ക്കും, പിന്നീട് ഓടിപ്പോകേണ്ട സമയത്ത് ദ്വീപുകളെ ദൂരത്തേക്ക് അകറ്റും. അപ്പം അതുകൊണ്ട് ഇന്ന് കാണുന്ന ദ്വീപുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം വളരെ ദൂരത്തേക്ക് ഓടി മാറേണ്ടതാണ്. അപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനമൊക്കെ അത് നിവർത്തീകരിക്കപ്പെടുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൂരെയുള്ള ദ്വീപുകളിലേക്ക് അയക്കും എന്ന് യെശയ്യാവിൻ്റെ പ്രവചനം 66 പറഞ്ഞിരിക്കുന്നത് അതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടേണ്ട സമയത്ത് അതെല്ലാം നിവൃത്തീകരിക്കപ്പെടും. ദൂരെയുള്ള സ്ഥലത്തേക്ക് ദ്വീപുകൾ മാറിപ്പോകും. കാണുന്ന ഏതെല്ലാം ദ്വീപുകളുണ്ടോ എല്ലാം അത് വളരെ ദൂരേക്ക് മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും എന്നാണ് ഇവിടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 66 അധ്യായം അതിൻ്റെ 19 വാക്യത്തിൽ എൻ്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്ക് അയക്കും, അവർ എൻ്റെ മഹത്വത്തെ ജാതികളിൽ പ്രസ്താവിക്കും. അപ്പോൾ ഇപ്പോൾ കാണുന്ന ദ്വീപുകളെല്ലാം ഇളകി അത് ദൂരേക്ക് ഓടിപ്പോകുന്ന ഒരു കാലഘട്ടം വരുന്നു. അതുകൊണ്ട് ദ്വീപിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഒരു ഇളക്കം സംഭവിക്കുന്നത് ഇപ്പോഴല്ല സംഭവിക്കുന്നത്, കർത്താവ് എതിർക്രിസ്തുവിൻ്റെ ഭരണ സമയത്താണ് സംഭവിക്കുന്നത്. 16 അധ്യായം അതിൻ്റെ 20 വാക്യത്തിലാണ് സകല ദ്വീപും ഓടിപ്പോയി മലകൾ കാണാനില്ലാതെയായി. അപ്പോൾ അതിന് തുടക്കം കുറിക്കുന്നത് ഈ ഇവിടെ 6-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്താണ്. എന്നാൽ ആകാശം ചുരുട്ടി വയ്ക്കുകയാണ് ചെയ്തത്. ആകാശം ഓടിപ്പോവുകയോ ആകാശം ഇല്ലാതായിത്തീരുന്നതോ അന്നേരമല്ല, അത് സംഭവിക്കുന്ന ഒടുക്കത്തെ നാളിലാകും. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ പഠനത്തിൽ ഓരോന്നിനും സംഭവിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് സംഭവിക്കും. അപ്പോൾ ആദ്യം ചുരുട്ടി വയ്ക്കുന്നു, ആകാശം പുസ്തകച്ചുരുൾ പോലെ ചുരുട്ടി വയ്ക്കും, ആകാശം ഇല്ലാതായിത്തീരുന്നില്ല. എന്നാൽ ഒടുക്കത്തെ നാളിൽ ആകാശം ഓടിപ്പോകും, ഭൂമി ഓടിപ്പോകും, അവസാനമായി കത്തിയഴിയപ്പെടുവാനും ഇടയാത്തീരും. അതുകൊണ്ട് കഥ പറഞ്ഞത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ദ്വീപുകൾ ദൂരേക്ക് ഓടി മാറും. കർത്താവ് 2ാമത്തെ വരവിന് മുമ്പായി, അവൻ തൻ്റെ മഹത്വ സിംഹാസനത്തിന് മുമ്പായി ഇന്ന് കാണുന്ന എല്ലാ ദ്വീപുകളും ഓടി അത് ദൂരേക്ക് പോകുന്നതിന് കാരണം മലകൾ ഇല്ലാതാകത്തക്കവണ്ണം, മലകൾ, സമുദ്രങ്ങൾ, അത് ഇതൊക്കെയും സമുദ്രത്തിലേക്ക് മലകളൊക്കെ വീഴത്തക്കവണ്ണമുള്ള കാര്യങ്ങളെ ദൈവം ചെയ്തു കഴിയുമ്പോൾ, ആ വെള്ളത്തിൻ്റെ വലിയ ആഘാതമുണ്ടാകുമ്പോൾ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൂരേക്ക് ദൈവം അതിനെ മാറ്റിക്കൊണ്ടു പോകുന്നത്. പ്രിയപ്പെട്ടവർ, ദൈവം എല്ലാ കാര്യങ്ങളെയും, വരാനുള്ള കാര്യങ്ങളെ വിഭാവനം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ വിരിച്ചവന്, ഇതിനെ സൃഷ്ടിച്ചവന് അത് എന്ന് മാത്രം എവിടെ എങ്ങനെ ആയിരിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാടുകളുണ്ട്. അവസാനത്തിന് മുമ്പ് അതെല്ലാം ആരംഭത്തിങ്കിൽ തന്നെ കണ്ടിട്ടുള്ളവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. നിശ്ചയമായിട്ടും അന്നത് സംഭവിക്കും. 6-ാം മുദ്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് നാം ചുരുക്കത്തിൽ ചിന്തിച്ചാൽ പ്രധാനമായിട്ടും കാണുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ആകാശത്തിൽ ഇളക്കം തട്ടുന്നത് നിമിത്തം നക്ഷത്രങ്ങൾ സ്വസ്ഥാനത്ത് നിന്ന് ഇളകി ഭൂമിയിൽ വീഴുവാൻ തുടങ്ങുകയും ആകാശം പുസ്തകച്ചുരുൾ പോലെ ചുരുണ്ടുപോവുകയും ചെയ്യുന്നു. ഭൂമിക്ക് ഇളക്കം തട്ടുന്ന നിമിത്തം എല്ലാ മലകൾക്കും ഇളക്കമുണ്ടാകുന്നു. കടലിനുണ്ടാകുന്ന ഇളക്കമാണ് ദ്വീപുകൾ ഇളകുവാൻ കാരണമായിത്തീരുന്നത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഭൂമിയിൽ സകല മനുഷ്യരും ഭയമുള്ളവരായി തീരുന്നതിനെക്കുറിച്ചാണ് അടുത്ത വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുവരെ ഭയമില്ലാതിരിക്കുന്നവർക്ക് ദ്വീപുകളൊക്കെ ചലിക്കാൻ തുടങ്ങുമ്പോൾ, മലകൾ ഇളകാൻ തുടങ്ങുമ്പോൾ, ആകാശം ചുരുട്ടി വയ്ക്കപ്പെടുമ്പോൾ, നക്ഷത്രങ്ങളൊക്കെ വീണുകൊണ്ടിരിക്കുമ്പോൾ, സൂര്യൻ ഇരുണ്ടുപോകുമ്പോൾ, ചന്ദ്രൻ രക്തതുല്യമായിത്തീരുമ്പോൾ, ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ അന്നുവരെ പേടിക്കാതെ നിന്ന എതിർ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നവർക്കെല്ലാം ഭയമുണ്ടാകുന്നതിനെക്കുറിച്ചാണ്
തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലമ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ, അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. അപ്പോൾ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ആകാശത്തിനും കരയ്ക്കും കടലിലും ഉണ്ടാകുന്ന ഇളക്ക നിമിത്തം ഭൂമിയിൽ യേശുക്രിസ്തുവിനെ സേവിച്ച് നിൽക്കുന്ന സകല മനുഷ്യരും ഭയവിഘ്നരായി തീരുകയാണ്. അപ്പോൾ അവർ അത് നിമിത്തം ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും തങ്ങളുടെ മേൽ വീഴുവീനെന്ന് വിലപിക്കുന്ന ഒരു കാലഘട്ടം വരും. അന്ന് പാപത്തിൽ രസിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മരണത്തെ കണ്ടു കഴിയുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് അവർ പറയുകയാണ്, ഇത് ഇങ്ങനെ മരിക്കുന്നതിനേക്കാൾ എങ്ങനെയെങ്കിലും ഒളിച്ചിരിക്കാം, ഇനി മലകൾ ഞങ്ങളുടെ മേൽ വീഴട്ടെ എന്ന് ഞങ്ങളുടെ മേൽ വീഴുവിനെന്ന് വിലപിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരാൻ പോകുന്നു. കാരണം അവരുടെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോകും. അവർക്ക് നിൽക്കാൻ കഴിയാത്ത വിധമുള്ള ഭയം അവരെ പിടിക്കുവാനിടയായിത്തീരും. അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകുന്നതിൻ്റെ മുഖ്യ കാരണം അവർ സിംഹാസനിരിക്കുന്നവൻ്റെ മുഖം കാണുന്നത് കൊണ്ടും കുഞ്ഞാടിൻ്റെ കോപം അവരുടെ മേൽ പതിക്കുമെന്നുള്ള ഭീതി നിമിത്തമാണ്. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞാണ് അവർ വിലപിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയം, എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ ഭരണത്തിൽ ഭൂവാസികൾക്ക് ഭയമുണ്ടാകുന്നത്? രണ്ടാമത്തത്, സ്വർഗസിംഹാസനിരിക്കുന്ന പിതാവാൻ ദൈവത്തെയും കുഞ്ഞാടാൻ ദൈവത്തെയും ഭൂമിയിൽ നിന്ന് മനുഷ്യർക്ക് എങ്ങനെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ള രണ്ട് ചോദ്യങ്ങളിലൂടെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഭയമുണ്ടാകുന്നു. രണ്ട്, സിംഹാസനിരിക്കുന്നതിൻ്റെ മുഖം കാണാതെ കൊണ്ടവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ കൊണ്ടവും ഞങ്ങളെ മറപ്പീ എന്ന് ഇവർ വിലപിക്കുകയാണ്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്കത് വ്യാഖ്യാന തലത്തിൽ കണ്ടുപിടിക്കുമ്പോൾ, ഒന്ന്, ഇത്തരം ഭയങ്ങൾ ഉണ്ടാകുന്ന ഭയമൊക്കെ താൽക്കാലികമാണ്. എന്നാൽ ഇത് നമുക്കറിയാം, മിസ്രയീമിൽ ദൈവകോപം വന്നപ്പോൾ ഫറവോനും കൂട്ടർക്കും ഉണ്ടായ താൽക്കാലിക മാനസാന്തരം പോലുള്ള മാനസാന്തരമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അന്നേരം ഉണ്ടാകുന്ന ഭയം താൽക്കാലികമാണ്. ഇവർ എത്ര പ്രാവശ്യം ഫറവോൻ തൻ്റെ മനസ്സ് മാറി, അവൻ്റെ മേൽ ആ ബാധകൾ വരുമ്പോൾ ആ സമയത്ത് അവൻ തൽക്കാലത്തേക്കുള്ള ഒരു മാനസാന്തരം ഉണ്ടാകുകയും ഭയമുണ്ടാകുകയും ചെയ്യും. എന്നാൽ അത് മാറിക്കഴിയുമ്പോൾ പിന്നീട് ഭയമുണ്ടാകത്തില്ല. നമുക്കറിയാമല്ലോ, ഒരു കാലഘട്ടമുണ്ടായിരുന്നു മനുഷ്യൻ വളരെ ഭയപ്പെട്ടിരുന്ന കാലഘട്ടം. ഞാൻ ഇന്ന് പകൽ സമയം ഇങ്ങനെ ചിന്തിച്ചു, ശവസംസ്കാര സമയത്ത് റീത്ത് വെക്കുവാനോ ആചാരങ്ങൾ നടത്തുവാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് കടന്നു ചെന്ന് ആ ബോഡി ഒന്ന് എടുത്തുകൊണ്ട് പോകുവാനോ ആരുമില്ലാത്തൊരു കാലഘട്ടമുണ്ടായിരുന്നു. 2021 ആ കോവിഡിൻ്റെ വലിയ ഭീകരത ഉണ്ടായിരുന്ന സമയത്ത് ഒരു മനുഷ്യൻ പോലും റീത്ത് വെക്കാൻ പോയിട്ടില്ലായിരുന്നു. അന്നാരും തന്നെ ആചാരക്രിയകൾ നടത്താൻ പോയില്ല, അനുശോചന പ്രസംഗം നടത്താൻ പോയില്ല. കാരണം സകലരും പേടിച്ചു മാറുവാനിടയായിരുന്നു. അപ്പോൾ ആ ഭയമുണ്ടായിരുന്നപ്പോൾ എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു, ദൈവഭയമുണ്ടായിരുന്നു. പക്ഷേ കോവിഡിൻ്റെ ഭീതി മാറിക്കഴിഞ്ഞപ്പോൾ അന്ന് ഭയമുണ്ടായിരുന്ന മനുഷ്യന് ഇന്ന് ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ തെല്ലുമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മനുഷ്യന് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ താൽക്കാലികമായിരിക്കുന്ന ഒരു ഭയമുണ്ടാകും. എന്നാൽ ആ വിഷയം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ, അത് മാറിക്കഴിയുമ്പോൾ, അവൻ അതിൽ നിന്ന് വിമുക്തി നേടിക്കഴിയുമ്പോൾ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകുന്നു എന്നുള്ളത് മാനുഷികമായിരിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും നീചമായിരിക്കുന്ന സ്വഭാവത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതുവരെ ദൈവമേ എന്നൊക്കെ ഭയപ്പെടും, ദൈവ പ്രാർത്ഥന ഉണ്ടായിരിക്കും. എന്നാൽ വിഷയം പരിഹരിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിഹരിച്ചെന്ന ദൈവത്തെ പിന്നീട് ഓർക്കത്തില്ല. അതല്ലേ നമുക്കും കാണാൻ സാധിക്കുന്നത്. എന്തൊരു ഭയമായിരുന്നു, എന്തൊരു പേടിയായിരുന്നു എല്ലാവർക്കും. പക്ഷേ എന്നാൽ അതെല്ലാം മാറി കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പലരുടെയും ദൈവഭയം വിട്ടുപോകാൻ ഇടയാത്തീർന്നു. എന്നാൽ കോവിഡ് വരുന്നതിന് മുമ്പും ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. നമ്മളങ്ങനെ ഏതെങ്കിലും വിഷയങ്ങൾ കണ്ടുകൊണ്ട് മാത്രം ദൈവത്തെ ഭയപ്പെടുന്നവരല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് കണ്ട് ആരാധിച്ചവരല്ല, അത് കണ്ട് പ്രാർത്ഥിച്ചവരല്ല. എന്ന് വിശ്വാസത്തിൽ വന്നുവോ അന്ന് മുതൽ എന്തു വന്നാലും, സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും കഷ്ടതയാണെങ്കിലും പ്രയാസമാണെങ്കിലും നമുക്ക് ജീവൻ തന്ന വീണ്ടെടുപ്പുകാരനെ നാം ആരാധിച്ചിട്ടുണ്ട്. അതിന് മാറ്റമില്ലാത്തതാണ്. എന്നാൽ മറ്റുള്ള മനുഷ്യർക്കുണ്ടാകുന്ന ഭയങ്ങളെല്ലാം താൽക്കാലികമാണ്.
അവർക്കുണ്ടാകുന്ന ഭക്തിയൊക്കെ താൽക്കാലികമാണ്. അവർക്ക് ഭൗതികത മാത്രമാണ് അവരുടെ മുമ്പിലുണ്ടാകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു ഭീതി അവരെ പിടിച്ചു കഴിയുമ്പോൾ അത് താൽക്കാലികമാകുന്നു. അതിവേഗത്തിൽ അവർ അവരുടെ ഹൃദയം കഠിനപ്പെട്ട് മൃഗത്തോടും അവൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകരോടും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് തുടർ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാപത്തിൽ രസിക്കുന്നവർ തിന്ന് കുടിച്ച് മരിക്കുക എന്ന ചിന്താഗതി ലഭിക്കുന്ന ഏതവസരവും മ്ലേച്ഛതയിൽ ഉല്ലസിപ്പാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളുമാണ് എതിർക്രിസ്തുവാകുന്ന മൃഗം അന്ന് ഒരുക്കി കൊടുക്കുന്നത്. അന്ന് പാപത്തിൽ രസിക്കുവാനുള്ള, മ്ലേച്ഛതയിൽ രസിക്കാനുള്ള, ശൂന്യമാക്കപ്പെടുന്ന, അതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യനെ ശൂന്യമാക്കുന്ന മ്ലേച്ഛ പ്രവൃത്തികളിലൂടെ അവൻ്റെ ജീവിതത്തിൽ ബോധം നഷ്ടപ്പെടുത്തി കളഞ്ഞ് താൽക്കാലിക ജീവിതത്തിൽ ഏത് വിധത്തിൽ സന്തോഷിക്കാമോ, ജഡീക സുഖം ഏതെല്ലാം വിധത്തിൽ നേടിയെടുക്കാമോ ആ രീതി ഉല്ലസിപ്പാനുള്ള സകല സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കും അന്ന് ലോകത്തിലുണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും ഈ ഭയമെല്ലാം മാറിക്കഴിയുമ്പോൾ അവർ വീണ്ടും അതിൽ പാപത്തിൽ രസിക്കുവാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറുന്നു. അതിനാൽ അവർ ദൈവകോപത്തിൽ പ്രാരംഭ സമയത്ത് ഭയപ്പെടുന്നു എങ്കിലും പിന്നീട് അവർ അതെല്ലാം മറന്ന് യേശുക്രിസ്തുവിനെ സേവിച്ച് അവൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇവിടെ പ്രബലമായിട്ടുള്ള ഭൂമിയിലുള്ള എങ്ങനെ സ്വർഗീയ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, സ്വർഗം തുറന്ന കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ, പുതിയ നിയമസഭയുടെ രക്തസാക്ഷിയായിത്തീർന്ന സ്തെഫാനസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ അവൻ്റെ അന്ത്യ നിമിഷത്തിൽ അവൻ വിളിച്ചു പറയുന്നത് ഇപ്രകാരമാണ്. ഇസ്രായേലിൻ്റെ ന്യായപ്രമാണം, അവർ വിചാരിച്ച ന്യായപ്രമാണം അറിയാത്ത മനുഷ്യർ ശപിക്കപ്പെട്ടവൻ എന്നായതുകൊണ്ട് ശപിക്കപ്പെട്ടവരെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ള പ്രമാണം അനുസരിച്ച് അവർ നോക്കിയപ്പോൾ സ്തെഫാനോസ് അവരുടെ മുമ്പിൽ ശപിക്കപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് എന്നാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേലിന് ശപിക്കപ്പെട്ടവനായി തോന്നിയതുകൊണ്ട് അവനെ അവർ ദേഷിച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ വേണ്ടി അതിക്രൂരമായി കല്ലെറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ കണ്ടത് സ്വർഗീയ ദർശനമാണ്. പുത്രനാം ദൈവം നിൽക്കുന്നതും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രനാം ദൈവം നിൽക്കുന്ന സ്വർഗീയ ദർശനം ഭൂമിയിൽ നിന്ന് അവൻ ജീവൻ വിടിയുന്നതിന് മുമ്പായി കാണുവാനിട്ട് ഇടയായി തീർന്നു. അപ്പോൾ എതിർക്രിസ്തുവിന്റെ ഭരണസമയത്ത് ദൈവത്തിൻ്റെ വിശുദ്ധന്മാരെ ലോകത്തിൽ നിർദ്ദയം അറുങ്കൊല ചെയ്യുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു കാലഘട്ടമാണ് അന്ന് വരുന്നത്. കാരണം തല കളയുക, ശരീരത്തിൽ നിന്ന് തല ഛേദിച്ച് കളയുന്ന ഒരു കൊലപാതക രീതിയാണ് അന്ന് എതിർക്രിസ്തു ലോകത്തിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റൊരു രീതിയല്ല ഈ വിശുദ്ധന്മാരെ കൊന്നു കളയുന്നത്, തല ഛേദിച്ച് കളയുക, തലയില്ലാതാക്കി കളയുക. പ്രിയപ്പെട്ടവരെ, തലയായവനെ ആരാധിക്കുന്ന അന്നത്തെ വിശുദ്ധന്മാരുടെ തലയറുത്തു മാറ്റി അതിൽ സന്തോഷിക്കുന്ന ഒരു ഭരണകൂടമായിരിക്കും എതിർക്രിസ്തുവിൻ്റെ ഭരണ സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശുദ്ധന്മാരെ ലോകത്തിൽ നിർദ്ദയം കൊന്നുകളയുന്ന സമയത്ത് സ്വർഗം മൗനതയിലല്ല എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് സ്വർഗീയ ദർശനം ദൈവമോടെ വേഗത്തിൽ കാണിച്ചു കൊടുക്കുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ചുരുക്കമായിട്ട് ഞാൻ വേഗത്തിൽ വായിക്കാം. അതിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയുടെ ഭയങ്കരത്വ നിമിത്തവും. അത് മുഴുവൻ വായിക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളുള്ള ബന്ധത്തിലുള്ള ദൈവത്തിൻ്റെ പൊരുത്തം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്ക് ഇപ്പോൾ നാം പഠിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിന് വലിയ തുലന നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. 2-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ യഹോവയുടെ ഭയങ്കരത്വ നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രവനിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. മനുഷ്യരുടെ നെഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവമുള്ള എല്ലാറ്റിന്മേലും നികളുമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ലബാനോനിലെ പൊക്കവും ഉയരമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകളിന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീഷ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും അപ്പോൾ മേലും വരും. അപ്പോൾ മനുഷ്യൻ്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും.
യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. വിദ്യാമൂർത്തികളെ വിദ്യാമൂർത്തി അശേഷം ഇല്ലാതെയാകും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവൻ്റെ ഭയങ്കരത്വം നിമിത്തം അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഗനങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനിലേക്കും നരിച്ചീർന്നും എറിഞ്ഞു കളയും. ബാക്കി പറഞ്ഞ മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവീൻ, അവനെ എന്ത് വില മതിപ്പാനുള്ളൂ. അദ്ദേഹം പറഞ്ഞ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. അവൻ്റെ മൂക്കിൽ ശ്വാസമുള്ളത് ഭൗതിക ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. അവനെ വിട്ടൊഴിവീൻ. ദൈവത്തിൻ്റെ ശ്വാസമാകുന്ന വിവേകം ആത്മാവിനില്ല. ദൈവ ആത്മാവാകുന്ന വിവേകമുണ്ടെങ്കിൽ മാത്രമേ സത്യദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. അഹങ്കാരികളായി ഉന്നത ഭാവമുള്ളവരായി ശൃംഗാര ഗോപുരങ്ങൾ ആക്കി തീർക്കുന്നു. ഇന്നത്തെ പുത്തൻ വീടുകളൊക്കെ പണിയുമ്പോൾ വലിയ തിയേറ്ററുകൾ രീതിയിലാണ് പല വീടുകളും പണിയപ്പെടുന്നത്. അവിടെ കാണാൻ 1-2 പേര് കാണുകയുള്ളൂ. പക്ഷേ കാശിഷ്ടം പോലെയുള്ളവർ അതെവിടെയെങ്കിലും മുടക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. ഞാൻ പറഞ്ഞല്ലോ, നല്ല വീട് വേണ്ടെന്നല്ല, ശൃംഗാര ഗോപുരങ്ങൾ പണിയപ്പെടുന്ന അതേ നമ്മളൊക്കെ പല സ്ഥലങ്ങളാണെങ്കിൽ ഇന്ന് വീടുകൾ ബാറുകളായി മാറ്റപ്പെടുന്നു, വീടുകൾ സിനിമാശാലകളാക്കി മാറ്റപ്പെടുന്നു. അങ്ങനെ അവർ വസിക്കുന്ന വീട്ടിൽ തന്നെ സകലതും അവന് വേണ്ടതായ കാര്യങ്ങളുള്ള ശൃംഗാര ഗോപുരങ്ങൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവം സകലത്തെയും സന്ദർശിക്കാൻ പോവുകയാണ്. അല്ലേ? പണ്ടുള്ള എല്ലാം അറ്റാച്ച്ഡായിരുന്നു. നമുക്കറിയാം, അറ്റാച്ച് ബാത്റൂമൊക്കെ വന്നു. പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു. എല്ലാം അറ്റാച്ച്ഡ് അവസാനം ഇപ്പോൾ ബാർ അറ്റാച്ച്ഡ് വീടുകളിലായിരിക്കുക. പല വീടുകളും ബാർ അറ്റാച്ച്ഡ് ആയിരിക്കുക. പല വീടുകളും സിനിമ തിയേറ്റർ അറ്റാച്ച്ഡ് ആയിരിക്കുക. അങ്ങനെ ശൃംഗാര ഗോപുരങ്ങൾ പണിയപ്പെടുന്നു. അത് കാണുമ്പോൾ വരാൻ പോകുന്ന വിപത്തിനെ ദൈവാത്മാവ് നേരത്തെ മുൻമേ കൂട്ടി പറഞ്ഞു. എല്ലാ മനുഷ്യനും താഴും, അവൻ്റെ ഗർഭം താഴും. ആ സമയത്ത് പാറകളിലും പോതുകളിലുമൊക്കെ കടന്നുകൊണ്ട് അവിടെ രക്ഷ നേടാൻ വേണ്ടി ഓടി ഒളിക്കുന്നതിനെ കുറിച്ച് യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ രേഖപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തം അവർ സ്വർഗീയ കാര്യങ്ങളെ പെട്ടെന്നൊരു മിന്നൽ പോലെ കാണുകയാണ് ചെയ്യുന്നത്. അത് നിമിത്തമുണ്ടാകുന്ന അതിഭയത്തിൽ മനുഷ്യർ ഓടി ഒളിക്കുന്നു. സകലരും ഓടും. ധനവാന്മാരും സഹസാധ്യന്മാരും ദാസന്മാരും എല്ലാവരും ഓടുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് മുമ്പിൽ നിൽപ്പാൻ ആർക്കും ശേഷിയില്ല എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ദൈവം സ്വർഗത്തിൽ അവൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾക്ക് നിൽപ്പാൻ കഴിയാതെ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. അതേ ലോകമേ, വരാൻ പോകുന്ന പൈശാചിക ഭരണമേ, നീ ഇവിടെ വിശുദ്ധന്മാരുടെ തല അറുത്തു മാറ്റി നീ അതിൽ സന്തോഷിക്കുമ്പോൾ മൗനമായിട്ടിരിക്കുന്നവനല്ല ശിക്ഷതാവാം ദൈവം. വിശുദ്ധന്മാർ ആരാധിക്കുന്ന ദൈവം മൗനമായിട്ടിരിക്കത്തില്ല. അവൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ പ്രഭയുടെ ശക്തി നിമിത്തം നിനക്കവിടെ നിൽക്കാൻ കഴിയത്തില്ല. യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിയോടുമെന്ന വചനപ്രകാരം ദൈവത്തിൻ്റെ പ്രഭ കാണിക്കാൻ വേണ്ടി സ്വർഗത്തിൻ്റെ ദർശനം ഒരു മിന്നൽ പോലെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഭയചകിതരായി ഓടി ഒളിക്കുന്ന ധനവാന്മാരും സഹസാധിപന്മാരും ബലവാന്മാരും എല്ലാവരും ഓടി ഒളിക്കുവാനിടയാത്തീരുമെന്നാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ 6ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് ഇത് സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ദൈവം അവിടെ നടുക്കുവാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നതെങ്കിൽ, അഥവാ സ്വർഗത്തിൽ അവൻ നടുക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്ത ഭൂവാസികൾക്ക് അവൻ പ്രത്യക്ഷപ്പെടുന്ന നാളിൽ എങ്ങനെ ആ ദിവസത്തെ സഹിക്കുവാൻ കഴിയും, നിൽക്കുവാൻ സാധിക്കുമെന്നാണ് മലാഖി പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്. മലാഖിയുടെ പുസ്തകം പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൻ പ്രത്യക്ഷപ്പെടുന്ന ദിവസത്തെ ആർക്ക് സഹിക്കുവാൻ കഴിയുമെന്ന്. അപ്പോൾ സ്വർഗത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാവരും ഓടി വിളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയമെല്ലാം മാറി അവർ വീണ്ടും പഴയ രീതിയിൽ പാപത്തിലേക്ക്, ആ രീതിയിലേക്ക് ലോകം മാറിപ്പോകും. കർത്താവിൻ്റെ 2ാമത്തെ വരവാകുമ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കാകുന്നവൻ ആരുണ്ട് എന്നുള്ള ചോദ്യമാണ്. അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ അന്നത്തെ ഭരണകർത്താവായിരിക്കുന്ന എതിർ ക്രിസ്തുവിനോ ഉപദേശവായിരിക്കുന്ന കള്ളപ്രവാചകനോ
അവരോട് കൂടെ നടക്കുന്ന സഖ്യകക്ഷികൾക്കോ ഒരുത്തർക്കും കഴിവില്ലാതെ സകലരും പരാജയപ്പെട്ടു പോകും എന്നുള്ളത് നാം തുടർന്നുള്ള ഭാഗങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായം 1-2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആർക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയും. ഇപ്പോൾ സ്വർഗീയ ദർശനത്തിൻ്റെ പിതാവാം ദൈവത്തെയും കുഞ്ഞാടിനെയും ജസ്റ്റ് ഒന്ന് മിന്നുന്നത് പോലെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ സമയത്തുണ്ടാകുന്ന ഭയം എത്ര ഭയാനകമാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മറന്നവർ വീണ്ടും പഴയ രീതിയിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളതും നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ വിനയപ്പെടാതെ ഏത് കാലയളവിൽ ആര് ജീവിച്ചാലും അവർ ചെന്നെത്തുന്നത് വലിയ അനർത്ഥത്തിലായിരിക്കും. അത് എതിർ ക്രിസ്തുവിൻ്റെ കാലമെന്നില്ല. ഏത് കാലഘട്ടത്തിലും നീതിമാനായിരിക്കുന്ന ദൈവത്തിൻ്റെ നീതിപ്രവൃത്തികളെ ഓർക്കാതെ ദൈവത്തെ അനുസരിക്കാതെ നിന്നു കഴിഞ്ഞാൽ അവസാനമായി ചെന്നെത്തുന്നത് വലിയ വിനാശത്തിലേക്കാണ്, വലിയ നാശത്തിലേക്കാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ രാത്രിയിൽ ഓർപ്പിക്കുന്നു. 6-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തിൽ പ്രപഞ്ചത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ നിമിത്തം മനുഷ്യർ തൽക്കാലം ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിലും സാത്താനിക വഞ്ചനയിൽ ജനങ്ങൾ കുടുങ്ങി വളരെ വേഗത്തിൽ പൈശാചിക ഭരണത്തിന് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. മുദ്രകളിൽ അതിനുശേഷമായി 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയത്. അപ്പോൾ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ താൽക്കാലികമായിരിക്കുന്ന ഭയമൊക്കെ ഉണ്ടാകും. എന്നാൽ അത് താൽക്കാലികം മാത്രമാണ്. മനുഷ്യൻ വീണ്ടും പാപപ്രവൃത്തികളിലേക്ക് നീങ്ങുന്നു, മാനസാന്തരപ്പെടുന്നില്ല, അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. സത്യദൈവത്തിൻ്റെ പിന്നാലെ പോകാതെ ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയുടെ പാപത്തിൻ്റെ ഭരണ സംവിധാനമായിരിക്കുന്ന അതിൽ അവൻ രക്ഷിക്കുവാൻ വേണ്ടി വീണ്ടും അടിമകളായി തീരുന്നു എന്നുള്ളതാണ് 6-ാം മുദ്രയുടെ ബന്ധത്തിൽ അവസാനമായി നാം മനസ്സിലാക്കിയെടുക്കുന്നത്. 7-ാമത്തെ മുദ്ര സ്വർഗത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അത് അരമണിക്കൂർ മൗനതയും ദൈവസന്നിധി നിൽക്കുന്ന 7 ദൂതന്മാർക്ക് 7 കാഹളം ലഭിക്കുന്നതിനെ കുറിച്ചുമാണ് തുറന്ന് നമ്മൾ 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇവിടെ 6-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നാം പഠിക്കുന്നത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളാണ്. കാരണം 7 മുദ്ര കഴിഞ്ഞാൽ 7 കാഹളമാണ്. എന്നാൽ ഇതിനകത്തുള്ള ഇടയ്ക്കുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, അത് 7-ാമത്തെ അധ്യായമാണ്. അപ്പോൾ ഈ 7-ാം അധ്യായത്തെ നമ്മൾ വിട്ടുകളയുകയല്ല. എന്നാൽ 7 മുദ്ര കഴിയുമ്പോൾ 6 മുദ്ര കഴിയുമ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത് എപ്പോഴെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 8-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അതിന് മുമ്പിലുള്ള ഒരു അരമണിക്കൂർ മൗനത എന്തിനു വേണ്ടിയാകുന്നു എന്നുള്ളതാണ് ഇവിടെ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് 2 ഭാഗമായിട്ടാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തെ വിഭജിച്ചിരിക്കുന്നത്. അതിൻ്റെ 1-ാം ഭാഗം അഥവാ മുദ്രയിടുന്നതിനുള്ള ബന്ധത്തിൽ നടക്കുന്നത് മൗനതയുടെ സമയത്ത് അവർ മുദ്രയിടുന്നതാണെങ്കിൽ അതിനുശേഷമുള്ള ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ജാതികളായ സുവിശേഷത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വിശുദ്ധന്മാർ, എതിർ ക്രിസ്തുവിൻ്റെ സമയത്ത് രക്തസാക്ഷികളാകുന്നവർ, വലിയൊരു സമൂഹം പുനരുത്ഥാനം ചെയ്ത് 1-ാമത്തെ പുനരുത്ഥാന സ്വർഗാസുഖത്തിൽ എത്തിയതിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തി. അപ്പോൾ 7-ാം അധ്യായം ഒരുമിച്ച് വായിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. എന്നാൽ 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ ശേഷം ഉള്ളവരെ മുദ്രയിട്ട് 144,000 എണ്ണം തേക്കാൻ വേണ്ടി മുദ്രയിടുന്ന സന്ദർഭമാണ്. എന്നാൽ അതിൻ്റെ ഭാഗം 9 മുതൽ അതിൻ്റെ 17 വരെയുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1-ാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞ് വലിയൊരു പുരുഷാരം വെള്ള നിലയെങ്കിൽ ധരിച്ചുകൊണ്ട് സ്വർഗീയ സിംഹാസനത്തിലെത്തി അവിടെ ദൈവത്തെ മഹത്വപ്പെടുന്നതിനെ കുറിച്ചാണ് രേഖപ്പെടുന്നത്. 1-ാമത്തെ പുനരുത്ഥാനം പഠിക്കുന്നതായിരിക്കും. അപ്പോൾ 7-ാം അധ്യായം എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാതെ 8-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നത് 6-ാമത്തെ മുദ്ര കഴിഞ്ഞാൽ പിന്നീട് 7-ാമത്തെ മുദ്രയാണ് പൊട്ടിക്കേണ്ടത്. അപ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് 2 കൂട്ടരെ വെളിപ്പെടുത്തുകയാണ്. ഒന്ന് 144,000 പേരെയും എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരത്തെയും വെളിപ്പെടുത്തുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് വ്യാഖ്യാന അർത്ഥത്തിൽ മനസ്സിലാക്കിയെടുക്കുകയും വേണ്ട ഭാഗത്ത് പഠിക്കുകയും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ അത് ക്രമീകരിച്ചിരിക്കുകയാണ്. അതിനെ നാം വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് അതിനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൃത്യത നമുക്ക് ലഭിക്കാൻ ഇവിടെയായി തരും. ഇപ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിനെ കുറിച്ച് 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ
ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ അതിന് പിമ്പിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കുന്നത് 7 മുദ്ര കഴിഞ്ഞാൽ 7 കാഹളങ്ങളാണ്. എന്നാൽ 7 കാഹളം അത് ഒന്നാം കാഹളം ഊതുന്നതിന് മുമ്പായി അരമണിക്കൂർ മൗനത സ്വർഗത്തിലുണ്ടാകുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള മുദ്രകൾ പൊട്ടിക്കുന്നത് കാലഘട്ടത്തെക്കുറിച്ചാണ് ഇത്. അത് തുടർമാനമായിട്ട് അത് സംഭവിക്കുകയാണ്. എന്നാൽ 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് പൊട്ടിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അരമണിക്കൂർ മൗനതയുടെ കാരണം എന്തെന്നുള്ളതിൻ്റെ പഠനത്തിന് ആധാരമായി വെളിപ്പാട് പുസ്തകത്തിലെ 7ാം അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും അതുപോലെ 8ാം അധ്യായം കൂടെ ഏകീകൃതമായി പഠിച്ചിട്ടാണ് നാം അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആദ്യത്തെ 4 കാഹളങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 7ാം അധ്യായം 2ാം വാക്യത്തിലാണ്. ഭൂമിക്കും സമുദ്രത്തിനും 4 ദൂതന്മാർ കേടുവരുത്തുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ 7ാം അധ്യായം 2ാം വാക്യത്തിൽ പറയുന്നത്, അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വിഷത്തിന്മേലും കാറ്റൂതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുന്ന മുഖാന്തരമായിട്ട് സംഭവിക്കുന്നത് ഭൂമിക്കും സമുദ്രത്തിനും 4 ദൂതന്മാർ കേടുവരുത്തുന്നതാണ്. അപ്പോൾ അവരോടാണ് പറയുന്നത്, നിങ്ങൾ കേടുവരുത്തരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിലേക്ക് വരും. പിന്നെ അടുത്ത 3 കാഹളങ്ങൾ സംഭവിപ്പാനിരിക്കുന്ന 3 വലിയ കഷ്ടങ്ങളാകുന്നു. അപ്പോൾ 7 കാഹളങ്ങളെ നാം വളരെ സംക്ഷിപ്തമായി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 4 കാഹളങ്ങൾ ഭൂമിക്കും സമുദ്രത്തിനും 4 ദൂതന്മാർ കേടുവരുത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 3 കാഹളങ്ങൾ സംഭവിപ്പാനിരിക്കുന്ന 3 വലിയ കഷ്ടങ്ങൾ ആണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 7 മുദ്രകളിലെ 6ാമത്തെ മുദ്രയ്ക്കും 7ാം കാഹളങ്ങളിലെ 1ാമത്തെ കാഹളത്തിനും ഇടയിലുണ്ടാകുന്ന സമയദൈർഘ്യമാണ് അരമണിക്കൂർ എന്നുള്ളത്. ആ സമയപരിധിക്കുള്ളിലെ സ്വർഗീയ മൗനതയ്ക്ക് 3 കാരണങ്ങളാണുള്ളത്. 3 കാരണങ്ങളാണ് സ്വർഗീയ മൗനതയ്ക്ക് കാരണമായിരിക്കുന്നത്. അല്ലാതെ മൗനമായിട്ടിരിക്കുകയല്ല. അതിന് 3 കാരണങ്ങൾ പ്രധാനമായിട്ടുണ്ട്. 1, ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുന്നത്, അഥവാ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൽ രക്തസാക്ഷികളായി തീരാൻ വേണ്ടി ശേഷിപ്പുള്ള യഹൂദ ഗോത്രങ്ങളുള്ളവരെ, അഥവാ ഇസ്രായേൽ ഗോത്രങ്ങളുള്ളവരെ അവിടെ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയിടുവാനുള്ള സമയം. 7ാം അധ്യായം 3ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്കെന്ന് കയറുന്ന കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, 7 കാഹളം ഉള്ള ദൂതന്മാരിൽ 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിൽ നിൽക്കുമ്പോൾ അവർക്കാണ് ഭൂമിയുടെ മേൽ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്താനുള്ള അധികാരമുള്ളത്. അപ്പോൾ അവർ കാഹളം ഊതുമ്പോൾ അന്ന് സംഭവിക്കും. എന്നാൽ അത് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. കാരണം അത് യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൽ രക്തസാക്ഷികളായുള്ള ഇസ്രായേലിൽ നിന്നുള്ള 144,000 ശേഷിപ്പിനെ അവിടെ രക്തസാക്ഷികളായതിനു ശേഷം ബാക്കിയുള്ളവരെ ഉള്ളതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുവാനായിട്ട്, കാത്തിരിക്കാനായിട്ട് അവരോട് സംസാരിക്കുന്നത്. 2ാമത്തെ കാരണം, സഭയുടെ ശേഷിപ്പിൽ ഉൾപ്പെടുന്ന സഹോദര പദവിയിലുള്ള വിശുദ്ധന്മാരെ ഈ സമയത്ത് പ്രാർത്ഥനയിലും വിശുദ്ധീകരണത്തിലും ശക്തിപ്പെടുത്തുന്ന നടപടികൾ ചെയ്യുകയാണ്. കാരണം അവരെ മുദ്രയിടുന്നില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുള്ളവരാണ് ഈ ശേഷിപ്പിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരെ മുദ്രയിടാത്തത്. എന്നാൽ ആ സമയത്ത് അവരെ ശക്തീകരിച്ച് നിർത്തുന്നത് ഈ അരമണിക്കൂർ മൗനതയുടെ സമയത്താണ്. മറ്റൊരു ദൂതൻ അത് നമ്മൾ ചിന്തിക്കും, അപ്പോൾ അവരെ ശക്തീകരിക്കണം. അപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ളവരെ, ശേഷമുള്ളവരെ മുദ്രയിട്ട് മാറ്റുന്നു. ദൈവസഭയുടെ ശേഷിപ്പിലുള്ളവരെ, ഇനി വീണ്ടും രക്തസാക്ഷിത്വമാകാനുള്ളവരെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലും വിശുദ്ധീകരണത്തിലും ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് സഹോദരന്മാരുള്ള ബന്ധത്തിൽ ചെയ്തത്. അപ്പോൾ സഹപുത്രന്മാരെ മുദ്രയിടുകയും സഹോദര പദവിയിലുള്ളവരെ പ്രാർത്ഥന വിശുദ്ധീകരണത്തിലും അവരെ ശക്തിപ്പെടുത്തുന്ന നടപടികളുമാണ് രേഖപ്പെടുന്നത്. 8ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3ാമത്തെ കാരണം, മഹാസ്നേഹവാനായിരിക്കുന്ന ദൈവം
തൻ്റെ കോപം ഭൂമിയിൽ മനുഷ്യരുടെ മേൽ ചൊരിയപ്പെടുന്നതിനുള്ള ദുഃഖം കൊണ്ടാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ മനസ്സോടെ അല്ലല്ലോ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. അപ്പോൾ ഭൂമിയിലേക്ക് മഹാകഷ്ടത വരുമ്പോഴും സ്വർഗത്തിൽ മൗനതയുണ്ടാകുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അത് കഷ്ടത വരുത്തുവാൻ വേണ്ടി, മഹാകോപം വരുത്തുവാൻ വേണ്ടി നോക്കുമ്പോൾ അവന് ദുഃഖമുണ്ടാകുന്നു. അതാണ് അരമണിക്കൂർ മൗനതയുടെ മറ്റൊരു കാരണമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വർഗീയ മൗനതയുടെ സന്ദർഭത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ള 144,000 പേരെ മുദ്രയിടുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ശേഷമുള്ളവരെ, ജീവനോടിരിക്കുന്നവരിൽ രക്തസാക്ഷികളാകാനുള്ളവരെ, തലയെറുക്കപ്പെടാനുള്ളവരെ മുദ്രയിടുന്നതിനുള്ള ബന്ധത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് ഒരു സുദീർഘമായ പഠനം നമുക്ക് ആവശ്യമാണ്. 144,000 ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകളും തർക്കങ്ങളും ഉള്ളതുകൊണ്ട് ഇതേക്കുറിച്ചുള്ള വിശദമായൊരു പഠനം നമുക്ക് ആവശ്യമാണ്. ഓരോന്നിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ച് പോകണം. എന്തുകൊണ്ടാണ് ചില ഗോത്രങ്ങളുടെ പേരുകളില്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാട് ഇതിനോടുള്ള ബന്ധത്തിൽ ലഭിക്കണം. വെളിപ്പാട് പുസ്തക പഠനമായതുകൊണ്ട് ഞാൻ ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ അക്കമിട്ട് നിരത്തി അതെന്തുകൊണ്ടാകുന്നു എന്ന് വെളിപ്പെടുത്തി പോകാനാണ് കർത്താവ് താല്പര്യപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തക പഠനം പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി അതേക്കുറിച്ച് നമ്മൾ വളരെ വിശദമായ രീതിയിലുള്ള ഒരു പഠനത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇപ്പോൾ 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടു. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റുകൂടാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. നമുക്കറിയാം, തെക്കൻ കാറ്റ്, വടക്കൻ കാറ്റ്, പടിഞ്ഞാറൻ കാറ്റ്, കിഴക്കൻ കാറ്റ്, 4 കാറ്റുകളെക്കുറിച്ച് നമുക്കറിയാം. തെക്കൻ കാറ്റാണ് ഉഷ്ണമാണ്, വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു, ഇപ്പോൾ കിഴക്കും പടിഞ്ഞാറുള്ള കാറ്റുകളെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഇത് ഏകദേശം 4 കാറ്റുകളെക്കുറിച്ച് അറിയാത്തവരായിട്ടല്ല, നമുക്കെല്ലാം അറിയാവുന്നവരാണ്. തെക്ക്, കിഴക്ക്, വടക്ക്, പടിഞ്ഞാറ് 4 ദിക്കുകളിൽ നിന്നുള്ള കാറ്റുകളെക്കുറിച്ച് അറിയാം. ഈ 4 മേൽ നിയന്ത്രണമുള്ള 4 ദൂതന്മാർ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേട് വരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആരെയാണ് മുദ്രയിടാൻ പോകുന്നത്? നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ. രക്തസാക്ഷികളായിത്തീരുന്നവരിൽ 2 കൂട്ടരാണുള്ളത്, സഹഭൃത്യന്മാരും സഹോദരന്മാരുമായിട്ടുള്ളവർ. സഹോദരന്മാരെ മുദ്രയിടാനായിട്ടല്ല ഇവിടെ വന്നിരുന്നത്. സഹഭൃത്യന്മാരുടെ നിലവാരത്തിലുള്ള പഴയ വിശുദ്ധമായുള്ള ബന്ധത്തിൽ ഇസ്രായേലിൻ്റെ 144,000 പേരിൽ ശേഷമുള്ളവരെയാണ് മുദ്രയിടുന്നത്. എന്തുകൊണ്ടാണ് ദൂതൻ കിഴക്ക് നിന്ന് കയറുന്നത് കണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത്? സാധാരണ മുദ്രയിടണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയല്ലേ ചെയ്യേണ്ടത്. എന്നാൽ എന്തുകൊണ്ടാകുന്നു എന്നുള്ളത് അത് വ്യാഖ്യാനാർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിലും ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് യോഹന്നാൻ കാണുന്നത്. ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരാണ്. അവരോട് കിഴക്ക് നിന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കയറുന്ന ദൂതൻ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ അവർ മുദ്രയിട്ട് കഴിയുവോളും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷത്തിനും നിങ്ങൾക്ക് കേട് വരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അവർ പറയുകയാണ്, അവൻ ഭൂമിക്കും സമുദ്രം കേട് വരുത്താൻ അധികാരം നമ്മുടെ ദൈവദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളും ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുതെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ ദൂതൻ കയറുന്നത് കിഴക്ക് നിന്ന് കയറുന്നതായിട്ടാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, സ്വർഗത്തിൽ 7 കാഹളം ലഭിച്ച 7 ദൂതന്മാരിൽ ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുന്ന സന്ദർഭത്തിലാണ് ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുന്നത്. ഭൂമിയുടെ 4 കോണിൽ വാസ്തവത്തിൽ ഈ 7ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ മൗനത ഉണ്ടാകുന്നില്ലെങ്കിൽ, കാലതാമസമില്ല എങ്കിൽ വേഗത്തിൽ നടക്കേണ്ടത് 4 ദൂതന്മാർ ഊതി ആകാശത്തിനും ഭൂമിക്കും കേടുവരുത്തുക എന്നുള്ളതാണ്. എന്നാൽ അതങ്ങനെ ചെയ്യുന്നതിന് മുമ്പായി അരമണിക്കൂർ സമയത്തെ മൗനത സ്വർഗം അനുവദിച്ചു കൊടുക്കുന്നത് ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മുദ്ര അവരെ കുത്തുവാൻ വേണ്ടിയാണ്.
എന്നാൽ എന്തുകൊണ്ടാണ് അവർ ഈ ദൂതൻ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നു എന്ന് പറയാതെ കിഴക്ക് നിന്ന് കയറുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം 5-ാം മുദ്രയുടെ സന്ദർഭത്തിൽ യാഗപീഠത്തെങ്കിൽ കീഴിൽ നിലവിളിക്കുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കൾക്ക് വെള്ള നിലയങ്കി കൊടുത്തിട്ട് അവിടെ നിന്ന് കയറി വരുന്ന ദൂതൻ തന്നെയാണ് അതുപോലെ രക്തസാക്ഷികളാകാനുള്ള ദൈവത്തിൻ്റെ ദാസന്മാരായിട്ടുള്ളവരെയും ഭൂമിയിൽ മുദ്രയിടുന്നത് എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോൾ 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഇവിടെ ആത്മാക്കൾ ഭൂമിക്ക് കീഴിൽ അഥവാ യാഗപീഠത്തിന് കീഴിൽ നിന്ന് നിലവിളിക്കുമ്പോൾ അവർക്ക് വെള്ള നിലയങ്കി കൊടുക്കാൻ വേണ്ടി അവിടെ ദൂതനെ അയക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് കൊടുത്ത ശേഷമായി ബാക്കി വരുന്ന എത്ര പേരുണ്ടോ അവരെയാണ് മുദ്രയിടുന്നത്. അപ്പോൾ ഇവിടെ വെള്ള നിലയങ്കി കൊടുക്കുമ്പോൾ ദൂതന് കണക്ക് കൃത്യമായിട്ടറിയാം എത്ര പേർ രക്തസാക്ഷിത്വം വരിച്ചു എന്നുള്ളത്. അപ്പോൾ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേർ അവർ രക്തസാക്ഷിത്വം വരിച്ചവിടെ എത്തിയെന്നുള്ളത് കണക്കുമായി ദൂതൻ കയറി വരുമ്പോൾ അവൻ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവരെ എണ്ണി തിട്ടപ്പെടുത്തി ഓരോ ഗോത്രത്തിൽ നിന്നും 12,000 പേരെ വെച്ചുള്ളത് കണക്കാക്കാൻ വേണ്ടിയാണ് കിഴക്ക് നിന്ന് കയറി വരുന്നത്. അപ്പോൾ താഴേക്കിറങ്ങി ഓരോരുത്തർക്കും വെള്ള നിലയങ്കി കൊടുത്തിട്ട് കയറി വരുന്ന ദൂതനാണ് ഈ പറയുന്ന 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് അതിന് മുമ്പായി നടക്കുന്ന ഈ മുദ്രയിടുന്ന കാര്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നതിന് മുമ്പായി അരമണിക്കൂർ മൗനത സമയം ഉണ്ടാകുമ്പോൾ 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിന് കീഴിൽ കണ്ട ആത്മാക്കൾ നിലവിളിക്കുമ്പോൾ അവർക്ക് അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണം, നിങ്ങളെപ്പോലെ വന്നു ചേരാനുള്ള സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വെള്ള നിലയങ്കി കൊടുക്കുന്നതിനെ അവിടെ കാണിക്കുന്നുണ്ട്. അവരെ സ്വസ്ഥമാക്കിയ ശേഷമായി കിഴക്ക് നിന്ന് കയറുന്ന ദൂതനാണ് ഈ ശേഷിച്ചിരിക്കുന്നവരെ ഭൂമിയിൽ മുദ്രയിടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ കിഴക്ക് നിന്ന് ഒരു ദൂതൻ കയറുന്നത് കണ്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുദ്രയിട്ടവരുടെ എണ്ണം എത്രയാണെന്ന് വ്യക്തമായി പറയുകയാണ്. ഞാൻ കേട്ടു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. കാരണം 144,000 പേരുടെ എണ്ണം ഭൂമിയിൽ അതിന് ശേഷമല്ല ഇടുന്നത്. എത്ര പേരെ അവിടെ കണ്ടുവോ അത്രയും പേരെ എണ്ണം കഴിഞ്ഞ ശേഷമായി ശേഷിക്കുന്നവരുടെ എണ്ണമാണ് ഭൂമിയിൽ മുദ്രയിടുന്നത്. വളരെ കൃത്യമായി മുൻ നിർണയപ്പെടുത്തിയ സംഖ്യയാണ് 144,000 എന്നുള്ളത്. വളരെയധികം ചിന്തകൾക്കും ചിന്താക്കുഴപ്പങ്ങൾക്കും കാരണമായിട്ടിരുന്ന ഒരു ഭാഗമാണ് 144,000 കുറിച്ചുള്ള ചിന്ത എന്നുള്ളത്. എന്നാൽ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിൽ അതേക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള തുടർ പഠനം 14-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തും. എന്നാൽ അതിനു മുമ്പായി 144,000 പേരെന്നുള്ളത് 7-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അത് എന്താകുന്നു? അപ്പോൾ 144,000 പുനരുത്ഥാനന്തരം അവർ സ്വർഗാസുഖത്തിൽ എത്തുന്നതിനെ കുറിച്ചാണ് 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 7-ാം അധ്യായത്തിൽ മുദ്രയേൽക്കുന്നവരുടെ എണ്ണം പറഞ്ഞിട്ട് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ സ്വർഗാസുഖത്തിലെത്തുന്ന പുതിയ നിയമ സഭയുടെ ശേഷിപ്പുള്ളവരുടെ പുനരുത്ഥാനാന്തര കാര്യങ്ങളെക്കുറിച്ചാണ് 7-ാം അധ്യായത്തിൽ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാണ്. 14-ാം അധ്യായത്തിൽ എത്തിച്ചേരുന്നത് വീണകൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരെ കാണിക്കുന്നത് 1-ാമത്തെ പുനരുത്ഥാനത്തിൽ അവിടെ എത്തിച്ചേരുന്നവരെ കുറിച്ചാണ്. അപ്പോൾ ഇവരെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ 2 സ്ഥലങ്ങളിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ ഈ 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ രക്തസാക്ഷികളാകുന്ന തലയിറക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 144,000 പേര് മാത്രമല്ല, സഭയുടെ ശേഷിപ്പിൽപ്പെടുന്ന അഥവാ 2 നിലവിളക്കുകളിലെ 2-ാമത്തെ നിലവിളക്കിൽപ്പെടുന്ന എണ്ണിക്കൂടാത്ത വലിയൊരു പുരുഷാരം ആ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച് അവർ മരിക്കപ്പെടുമെന്നും അവർ പുനരുത്ഥാനന്തരം സ്വർഗാസുഖത്തിൽ എത്തുന്നതിനെ കുറിച്ചുമാണ് അവിടെ 7-ാം അധ്യായത്തിൻ്റെ 9 വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ പഠിക്കുന്നത് 7-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിൽ ഈ കിഴക്ക് നിന്ന് കയറുന്ന ദൂതൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരിൽ 144,000 എണ്ണത്തിലുള്ളവരെ മുദ്രയിട്ട് നിൽക്കുന്നതിനെ കുറിച്ചാണ് നാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകാവസാനമാകുന്ന കൊയ്ത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ഭൂമിയിലെ വിളവിൻ്റെ ആദിഫലമായിട്ടാണ് ഇസ്രായേലിനെ കുറിച്ച് യെരമ്യാവ് പ്രവചിച്ചിരിക്കുന്നത്. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദിഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായിത്തീരും, അവർക്ക് ദോഷം വന്നു ഭവിക്കും
എന്ന ആയിരുന്നു യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യ ഫലവും ആകുന്നു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ, വിളവിൻ്റെ ആദ്യഫലമെന്ന് വായിക്കുമ്പോൾ, അപ്പോൾ അത് ആദ്യഫലമായി തീരുന്നത് ആരാണ്? ദൈവസഭയല്ലേ? അത് ദൈവസഭയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളവരല്ലേ എന്നുള്ള ചിന്ത ഇവിടെ വരും. എന്നാൽ നമുക്കത് അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യഫലത്തെക്കുറിച്ചുള്ള ഏകദേശമായിട്ടൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. എന്താണ് ആദ്യഫലം? അത് ആദ്യഫലത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്, അതിൻ്റെ വിഭജനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ വ്യക്തത ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് 3 ആദ്യഫലങ്ങളെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആദ്യഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിക്കും. എന്നാൽ ഈ പറഞ്ഞിരിക്കുന്ന 144,000 പേരാകുന്നു എന്നുള്ളതും അത് ഇസ്രായേൽ ഗോത്രങ്ങളിൽപ്പെട്ടവരാകുന്നു എന്നുള്ളതും അത് അവരെ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ആദ്യഫലമാകുന്നു എന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുന്നത്, ഇത് 144,000 എന്നുള്ളതിന് മറ്റാരുമല്ല, ഇത് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയല്ല എന്നുള്ളത് വ്യക്തമാക്കി എടുക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാരംഭത്തിൽ തന്നെ ഇതിന് ചില തെളിവുകൾ നിരത്തുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 3 ആദ്യഫലത്തെക്കുറിച്ചാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മാനവ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ പഠിക്കുമ്പോൾ ക്രിസ്തുയേശുവിനോടുള്ള ബന്ധത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ മരിച്ചവരെന്നുള്ള ആദ്യഫലം യേശു ക്രിസ്തു ആകുന്നു എന്നുള്ളതിന് തർക്കമേതുമില്ല. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യഫലമാകുന്നു. അപ്പോൾ ആദ്യഫലമെന്ന് കാണുമ്പോൾ തന്നെ അത് ഒറ്റ കാര്യമാണെന്ന് ചിന്തിക്കരുത്. അപ്പോൾ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യഫലമാണ്. അത് അവൻ സ്വർഗത്തിൻ്റെ ആദ്യഫലമാകുന്നു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് അവൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മരിച്ചവരുടെ നിന്നുള്ള ആദ്യഫലമായി സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ മരിച്ചവരുടെ നിന്നുള്ള ആദ്യഫലം ഇസ്രായേലല്ല. മരിച്ചവരുടെ നിന്നുള്ള ആദ്യഫലം അത് ദൈവസഭയുടെ മണവാട്ടി സഭയല്ല. മരിച്ചവരുടെ നിന്നുള്ള ആദ്യഫലം മണവാളനാകുന്ന കുഞ്ഞാടാം ദൈവമാകുന്നു. രാത്രിയിൽ ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ മരിച്ചവരുടെ നിന്നുള്ള ആദ്യഫലം ആരാകുന്നു എന്ന ചിന്ത വരുമ്പോൾ, നമുക്ക് വേണ്ടി ജീവൻ തന്ന മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവസഭയുടെ ആത്മമണവാളനാകുന്ന ക്രിസ്തുവാകുന്നു മരിച്ചവരുടെ എന്നുള്ള ആദ്യഫലം എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിച്ചെടുക്കുവാൻ സാധിക്കും. അതിന് നിരവധി ദൈവ തെളിവുകളുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സർവ്വസൃഷ്ടികളിൽ നിന്നുള്ള ആദ്യഫലമെന്നാണ്. സർവ്വസൃഷ്ടികളിൽ നിന്നുള്ള ആദ്യഫലത്തെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തി, കുഞ്ഞാടാൻ ദൈവത്തിന്റെ നിർമ്മല കന്യകയാണ് സർവ്വസൃഷ്ടികളിൽ നിന്നുള്ള ആദ്യഫലം. ഇതേക്കുറിച്ച് വീണ്ടും നമ്മൾ ചിന്തിക്കും. ഞാനിവിടെ പറഞ്ഞു വന്ന 3 ആദ്യഫലം എന്നുള്ളത് ഒന്ന് ഗ്രഹിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വർഗത്തിന്റെ ആദ്യഫലം, മരിച്ചവരുടെ നിന്നുള്ള ആദ്യഫലം യേശു ക്രിസ്തുവാണ്. അവൻ ആത്മമണവാളനാണ്. അപ്പോൾ മണവാട്ടി സഭ അത് സ്വർഗത്തിന്റെ ആദ്യഫലമല്ല, ഭൂമിയുടെ ആദ്യഫലമല്ല, സർവ്വസൃഷ്ടികളിൽ നിന്നുമുള്ള ആദ്യഫലമാണ് മണവാട്ടി സഭയാകുന്ന നിർമ്മല കന്യക. എന്നാൽ ഭൂമിയുടെ ആദ്യഫലം അഥവാ ഇസ്രായേലിൽ നിന്നുള്ള 144,000 എന്നുള്ളത്, ഇസ്രായേലാണ് ദൈവത്തിൻ്റെ വിളവിൻ്റെ ആദ്യഫലം. മനുഷ്യനാകുന്ന കൃഷിയിൽ നിന്ന് ഭൂമിയുടെ വിളവാകുന്ന അവസാനത്തെ കൊയ്ത്തിൽ മനുഷ്യനെ ശേഖരിക്കുന്നതിന് മുമ്പായി അവരുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചെടുക്കുന്നതാണ് ഭൂമിയുടെ ആദ്യഫലം. അവരാണ് 144,000. ഭൂമിയിലെ ദൈവത്തിൻ്റെ കൃഷിയുടെ വിളവെടുപ്പാകുന്ന ലോകാവസാനമാകുന്ന കൊയ്ത്ത് അവസാനിക്കുന്നതിന് മുമ്പ് ശേഖരിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ഉള്ള രക്തസാക്ഷികളാകുന്ന 144,000 പേരെയാണ്. മനുഷ്യരുടെ എന്നുള്ള വിളവിൻ്റെ ആദ്യഫലമായിട്ടാണ് ഇവരെ സ്വർഗത്തിലേക്ക് എടുക്കുന്നത്. അവരെ ഭൂമിയുടെ ആദ്യഫലം അഥവാ മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള ആദ്യഫലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 3 ആദ്യഫലമുണ്ട്. ആദ്യഫലം നികൾക്കുമ്പോൾ 144,000 നികൾക്കുമ്പോൾ അത് മണവാട്ടിയാണെന്ന് ചിന്തിക്കരുത്. ആദ്യഫലത്തിൽ ഏറ്റവും അതിശ്രേഷ്ഠമായിട്ടുള്ളത് സ്വർഗത്തിന്റെ ആദ്യഫലം ആത്മമണവാളനാകുന്ന ക്രിസ്തുവാണ്. അവൻ്റെ മണവാട്ടിയാകുന്ന സർവ്വസൃഷ്ടികളുടെയും ആദ്യഫലമാണ് മണവാട്ടി സഭയിൽ നിന്നുള്ള ആദിജാതന്മാരുടെ സഭ. എന്നാൽ ഭൂമിയിൽ നിന്ന് മനുഷ്യടയിൽ നിന്ന് കൊയ്ത്താകുന്ന ലോകാവസാനത്തിന്റെ അവസാനം കൊയ്തെടുക്കുന്നതിന് മുമ്പായി ഇസ്രായേലിൽ നിന്ന് 144,000 വരെ വേർതിരിക്കുന്നത് ഭൂമിയുടെ ആദ്യഫലമാണ്. അഥവാ
ഇസ്രായേൽ ദൈവത്തിൻ്റെ ആദ്യഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ വിളവിൻ്റെ ആദ്യഫലം എന്ന് പറയുന്നത് വിളവാകുന്ന മനുഷ്യരിൽ നിന്ന് അതിനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. എരിമേപ്പവൻ്റെ പറയുന്നത് ദൈവത്തിൻ്റെ വിളവിൻ്റെ ആദ്യഫലം എന്ന് പറയുമ്പോൾ ആ ആദ്യഫലം ഏതാകുന്നു? അത് നിശ്ചയമായിട്ടും മനുഷ്യനാകുന്ന വിളവാകുന്നു. അതിൽ നിന്ന് കനികളായി ദൈവം എടുക്കുന്നതാണ് ഇസ്രായേലിന് 144,000. ദൈവം ആരെയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. സ്വർഗത്തിൻ്റെ ആദ്യഫലമാണ് യേശുക്രിസ്തു. സർവസൃഷ്ടികളിൽ നിന്നുള്ള ആദ്യഫലമാണ് മണവാട്ടി സഭ. ഭൂമിയുടെ ആദ്യഫലമാകുന്ന അഥവാ മനുഷ്യരിൽ നിന്ന് ഉള്ള ആദ്യഫലമാണ് ഇസ്രായേലിൻ്റെ 144,000. ഇത്രയും കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യഫലം എന്ന് പറയുമ്പോൾ തന്നെ ഒന്നാണെന്ന് ചിന്തിക്കരുത്. 3 തരത്തിലുള്ള പഠനം ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം കുഞ്ഞാടാം ദൈവം സ്വർഗത്തിൻ്റെ ആദ്യഫലമാണ്, മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ ആദ്യഫലമാണ്. 2, സർവ്വസൃഷ്ടികളുടെയും ആദ്യഫലമാണ്. ഇനി ഇതിൻ്റെ വാക്യ റെഫറൻസ് ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ തരാം, അല്ല പിന്നീട് അത് മതിയെങ്കിൽ. യേശുക്രിസ്തു മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. പക്ഷെ എന്നാൽ ഈ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ പെട്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് വേണം എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നൽകാം. അതല്ലെങ്കിൽ ഇതേക്കുറിച്ച് നമ്മൾ സുദീർഘമായി പഠിക്കുന്നുണ്ട് എങ്കിലും അതൊന്ന് വേഗത്തിൽ ഞാനൊന്ന് അതിൻ്റെ റെഫറൻസ് ഒന്ന് വായിച്ചു വിടാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. നാം അവൻ്റെ സൃഷ്ടികളിൽ എ കൈൻഡ് ഓഫ്, ഒരുവിധം ആദ്യഫലം. അപ്പോൾ സൃഷ്ടികളിൽ ആദ്യഫലം. അപ്പം ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ, അതുകൊണ്ടാണ് സർവ്വസൃഷ്ടികളുടെയും ആദ്യഫലം എന്ന് പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടികളിൽ കൈൻഡ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്. അപ്പോൾ നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മെ ദൈവം കണ്ടിരിക്കുന്ന വിശുദ്ധ സഭയെ, സത്യസഭയുടെ ആൾക്കാരെ കണ്ടിരിക്കുന്നത് സർവസൃഷ്ടിയിൽ നിന്നുള്ള ആദ്യഫലമായിട്ടാണ്. എന്നാൽ ഭൂമിയിൽ നിന്ന് മനുഷ്യരിൽ നിന്നുള്ള ആദ്യഫലമായി ദൈവം കണ്ടിരിക്കുന്നത് ഇസ്രായേലാകുന്നു. അപ്പോൾ ഇസ്രായേലിൽ 144,000 പേരെ ഭൂമിയുടെ വിളവിൻ്റെ ആദ്യഫലമായി എടുക്കുന്നതിനെക്കുറിച്ച് യെരമ്യാ പ്രവചിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ വിളവിൻ്റെ ആദ്യഫലമാകുന്നു. അവനെ തിന്നു കളയുന്നവരൊക്കെയും കുറ്റക്കാരായിത്തീരും, അവർക്ക് ദോഷം വന്ന് ഭവിക്കും എന്നായിരുന്നു ഇവിടെ ഉള്ളപ്പാട്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ആദ്യഫലത്തെ തിന്നു കളയുന്നതിനൊക്കെയും കുറ്റക്കാരായിത്തീരും. അതാണ് സംഭവിക്കുന്നത്. കുറ്റക്കാരായിത്തീരും, അവർക്ക് ദോഷം വന്ന് ഭവിക്കും. ഇവിടെ ഓരോ യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യം, ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായിത്തീരും, അവർക്ക് ദോഷം വന്ന് ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ മനുഷ്യരുടെ എന്നുള്ള ആദ്യഫലമാകുന്ന ഇസ്രായേലിൻ്റെ ഓരോ രക്തസാക്ഷികളെ കൊല്ലുമ്പോഴും സ്വർഗം പറഞ്ഞു, നിനക്ക് ദോഷം വന്ന് ഭവിക്കാൻ പോകുക. എതിർ ക്രിസ്തുവെ, നിന്റെ ഭരണത്തിന് ദോഷം വന്ന് ഭവിക്കാൻ പോകുക, നിന്നോട് കൂടെ നിൽക്കുന്നവർക്ക് ദോഷം വന്ന് ഭവിക്കാൻ പോകുക. അതേക്കുറിച്ചാണ് തുറന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിളവിൻ്റെ ആദ്യഫലത്തെ മാത്രമല്ല, സുവിശേഷത്തിൻ്റെ ശേഷിപ്പുള്ളവരെയും കൊന്നുകളയുമ്പോൾ സ്വർഗം പറയുന്നത് നിങ്ങൾക്ക് ദോഷം വന്ന് ഭവിക്കുമെന്ന്. പക്ഷെ എന്നാൽ ഈ കഥ 2-ാമത്തവനോടുള്ള ബന്ധത്തിൽ പ്രാധാന്യത കൊടുത്തിരിക്കുന്ന ഇസ്രായേലിനോടുള്ള ബന്ധത്തിലായതുകൊണ്ടാണ് ഇവിടെ അത് പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്നുള്ളത് യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യഫലവുമാകുന്നു. എത്ര മാത്രം ലോകത്തിലെ സകല രാജ്യങ്ങളും കിണഞ്ഞു പരിശ്രമിച്ചാലും ഇസ്രായേൽ എന്ന ജാതിയെ തുടച്ചു നീക്കിക്കളയുവാൻ, ഗോത്രങ്ങളെ ഇല്ലാതാക്കി കളയുവാൻ ഇവിടുത്തെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല, ഒരു ന്യൂക്ലിയർ ബോംബിനും കഴിയത്തില്ല. എത്ര നാസികൾ പരിശ്രമിച്ചാലും ഇസ്രായേൽ ഗോത്രങ്ങളെ അറ്റുകളയുവാൻ കഴിയത്തില്ല. കാരണം ഇവിടെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ 144,000 ഓരോ ഗോത്രങ്ങളിൽ നിന്നും എണ്ണി തിട്ടപ്പെടുത്തി മാറ്റി നിർത്തണമെങ്കിൽ നിശ്ചയമായിട്ടും ആ ജാതി ഇവിടെ ഉണ്ടായിരിക്കും. അവരെ മുടിച്ചു കളയുവാൻ വേണ്ടി പരിശ്രമിച്ചാൽ സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയുന്നത് അവൻ്റെ വിളവിൻ്റെ ആദ്യഫലമാകുന്നു അവരെ തിന്നുകളയുന്ന, അവ 144,000 എണ്ണി വെച്ചിരിക്കുന്നതിൽ ഓരോന്നിനെ കൊല്ലുമ്പോഴും സ്വർഗം പറഞ്ഞു,
നിങ്ങൾ കുറ്റക്കാരായി തീരും, ദോഷം വന്നു ഭവിക്കും എന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് പിന്നീടുള്ള സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ദോഷങ്ങൾ വന്ന് ഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൽ നിന്ന് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ദൈവത്തിനും കുഞ്ഞാടിനും ആദിഫലമായി മനുഷ്യരുടെയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്ന 144 പേരെക്കുറിച്ച് വെളിപ്പാട് 14 വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഭാഗത്തിൽ ഇതേക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ ഇവരെ മുദ്രയിടുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് നാം തുടർന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ 7-ാം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്, യഹൂദാ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമിയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസഖാർ ഗോത്രത്തിൽ 12,000, സെബുലൂൻ ഗോത്രത്തിൽ 12,000, യോസഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഇങ്ങനെ 12 ഗോത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? യഹൂദ, രൂബേൻ, ഗാദ്, ആശേർ, നഫ്താലി, മനശ്ശെ, ശിമയോൻ, ലേവി, ഇസഖാർ, സെബുലൂൻ, ജോസഫ്, അതുപോലെ തന്നെ ബെന്യാമീൻ. ഇവിടെ ഈ ഗോത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പല സന്ദർഭങ്ങളിലും പല രീതിയിലുള്ള ഗോത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കളുടെ 12 പേരും, ഇസ്രായേലിൻ്റെ 12 മക്കൾ ഇവിടെ ഇല്ല. അതിനകത്ത് ഏതൊക്കെയാണ് ഇല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എങ്കിൽ മാത്രമേ എന്തുകൊണ്ട് അതിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് കാണാൻ സാധിക്കുന്നത് എബ്രഹീമും മനശ്ശെയും യോസഫിൻ്റെ മക്കളാണ്. അപ്പോൾ ഈ എബ്രഹീം ഉള്ളത് ഇല്ലാതെ യോസഫിൻ്റെ പേര് അവിടെ കൊടുത്തു. എന്നാൽ മനശ്ശെ ഗോത്രത്തെ ഇതിനകത്ത് ഉൾപ്പെടുത്തി, ദാൻ ഗോത്രത്തെ ഇതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു അല്ലേ. അപ്പോൾ 12 മക്കളായിരിക്കുന്ന യാക്കോബിൻ്റെ 12 മക്കളിൽ ദാൻ ഗോത്രത്തെ ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് യോസഫിൻ്റെ മകനായിരിക്കുന്ന മനശ്ശെയെ അതിനകത്ത് ആഡ് ചെയ്തു, കൂട്ടിച്ചേർത്തു. എന്നിട്ട് ജോസഫിൻ്റെ പേര് ജോസഫ് തന്നെ ഇട്ടു. അപ്പോൾ ഇവിടെ നിന്ന് നീക്കിയത് ഏത് ഗോത്രത്തെയാണ് മാറ്റിയത്? ദാൻ ഗോത്രത്തെ മാറ്റി. എന്തുകൊണ്ട് ദാൻ ഗോത്രത്തെ മാറ്റി എന്നുള്ളത് പ്രസക്തമായൊരു ചോദ്യമാണ്. അതിന് നിരവധി ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകളും പഠിപ്പിരികളൊക്കെ ഉണ്ട്. ദാൻ പാമ്പാണെന്നും ദാൻ ഗോത്രത്തിനുള്ള ഒരു യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ എന്ന് വന്നതായതുകൊണ്ട് ദാൻ ഗോത്രത്തെ മാറ്റിയെന്നൊക്കെ ഉള്ള ചിന്തകളും പഠിപ്പിരിക്കും ഒരുപാടുണ്ട് പ്രിയപ്പെട്ടവരെ. അതൊന്നും അല്ല കാരണം. അപ്പം ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു ഗോത്രത്തെ പറഞ്ഞു എടുക്കാനില്ലാത്തതിൻ്റെ കാരണം നിത്യതയിൽ കാണപ്പെടേണ്ട പേരുകളാണ് ഇവിടെ 12 ഗോത്രങ്ങളുടെ പേരുകളെ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഗോത്രം 12നെയും ഗോപുരങ്ങൾ കാണുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഗോത്രങ്ങളുടെ പേരിലാണ് ഇവിടെ കാണേണ്ടത്. ഞാൻ ചുരുക്കത്തിൽ വേഗത്തിൽ പറയാം. എന്തുകൊണ്ടാണ് ദാൻ ഗോത്രത്തെ മാറ്റി എന്നുള്ളത് ഒരു സമസ്യയായി, ഒരു വലിയ ചിന്തയായി കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് വളരെ വേഗത്തിൽ ഞാൻ വെളിപ്പെടുത്താം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാവികാല സംഭവങ്ങളുടെ ബന്ധത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പിതാവായ യാക്കോബ് അവന് 12 പുത്രൻ മക്കളെയും പേരുകൾ എടുത്തു പറഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നത് ഗോത്രങ്ങളുടെ പേര് വിവരങ്ങളാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 49 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ പറയും. അവിടെ രൂബേൻ, ശിമിയോൻ, ലേവി, യഹൂദ, സെബുലൂൻ, ഇസഹാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, യോസഫ്, ബെന്യാമീൻ, ഇസ്രായേൽ ഗോത്രം 12 അവിടെ പിതാവ് ഓരോ ഗോത്രത്തോടും പറഞ്ഞത് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ ഗോത്രത്തിൻ്റെ അനുഗ്രഹമാകുന്നു. അപ്പോൾ അവൻ മുഖപക്ഷം കൂടാതെ കുറവുണ്ടെങ്കിൽ കുറവുണ്ടായിരുന്നു, അനുഗ്രഹമായിട്ട് ആ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഗോത്രം 12നെയും അവൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അനുഗ്രഹിപ്പാൻ ഇടയാത്തതെന്നും. ആവർത്തന പുസ്തകം 33 1 മുതൽ 24 വരെയുള്ള ഭാഗത്ത് മോശയുടെ അനുഗ്രഹ പ്രാർത്ഥനയിൽ ശിമിയോൻ ഗോത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ശിമിയോൻ ഗോത്രത്തെ ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തി നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഇത് നമ്മൾ ഓരോന്ന് വായിക്കുമ്പോൾ എന്തുകൊണ്ട് അതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയാണ്. യാക്കോബ് അവൻ്റെ 12 പേരുടെ മക്കളെ പ്രസ്താവിച്ചു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞപ്പോൾ അവിടെ ദാൻ ഗോത്രത്തെ പരിശുദ്ധാത്മാവ് ഒഴിവാക്കി കളഞ്ഞു. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ മോശ ഇസ്രായേൽ ഗോത്രം 12നെ ഉൾപ്പെടുത്തി അവൻ അനുഗ്രഹം പ്രാർത്ഥന നടത്തിയപ്പോൾ രൂബേൻ, യഹൂദ, ലേവി, ബെന്യാമീൻ, യോസഫ്, സെബുലൂൻ, ഇസഖാർ, ഗാദ്, ദാൻ, നഫ്താലി, ആശേർ എന്ന 11 ഗോത്രങ്ങളുടെ പേര് മാത്രമേ ഉച്ചരിച്ചിട്ടുള്ളൂ.
12ാമത്തെ ഗോത്രം അഥവാ ഒരു ഗോത്രമായിരിക്കുന്ന ശിമിയോനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ഉപേക്ഷിച്ചത് അവിടെ എടുത്തു പറഞ്ഞില്ല. അതിന് കാരണം യാക്കോബ് ശിമിയോനെയും ലേവിയെയും കുറിച്ച് ഭാവികാല സംബന്ധമായി സംസാരിച്ചത് അവർക്ക് ഗുണകരമായിട്ടായിരുന്നില്ല. അവൻ മരിക്കുന്നതിന് മുമ്പ് 12 ഗോത്രങ്ങളെക്കുറിച്ച് 12 മക്കളെക്കുറിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശിമിയോനെയും ലേവിയെയും കുറിച്ച് നല്ലത് പറഞ്ഞിട്ടല്ല അവൻ മരിച്ചത്. അപ്പോൾ ഗോത്രപിതാവായിരിക്കുന്ന യാക്കോബ് അനുഗ്രഹിക്കാത്തത് കൊണ്ട് ഈ ശിമിയോനെയും ലേവിയെയും മാറ്റിക്കളയേണ്ടതായിരുന്നു. എന്നാൽ ശിമിയോനെ മാറ്റുകയും ലേവിയെ ഉൾപ്പെടുത്തുകയും ചെയ്തതിൻ്റെ കാരണം അന്ന് പ്രസ്താവിച്ചത് അവരെ യാക്കോബിൽ പകുക്കുകയും ഇസ്രായേലിൽ ചെതറിക്കുകയും ചെയ്യുമെന്നായിരുന്നു. 49:7 പറഞ്ഞിരിക്കുന്നത് അവരെ യാക്കോബിൽ പകുത്തു കളയും, ഇസ്രായേലിൽ ചെതറിച്ചു കളയും എന്ന് പറഞ്ഞാൽ ഇവർക്ക് അവകാശം കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായൊരു സ്ഥലം അവർക്ക് വേണ്ടി മാത്രം കൊടുക്കാതെ ഇവരെ പകുത്തു കളയുമെന്നാണ് പറയുന്നത്. ലേവി ഗോത്രം അവരുടെ ശാപത്തെ പിന്നീട് അനുഗ്രഹമാക്കി തീർത്തു. പുറപ്പാട് ദിവസം 32-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ അവര് ലേവി ഗോത്രം യഹോവയോട് പറ്റി നിന്നതുകൊണ്ട് അന്ന് യാക്കോബ് പറഞ്ഞ ആ ശാപത്തെ അല്ലെങ്കിൽ ആ കുറവുവശത്തെ അവർ പരിഹരിച്ച് ലേവി ഗോത്രം പൗരോഹിത്യ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ മാറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ ഒരവസരം ശിമിയോന് ലഭിച്ചില്ല. യോശുവ അവകാശദേശം ഇസ്രായേൽ മക്കൾക്കായി വിഭജിച്ചപ്പോൾ ശിമിയോൻ ഗോത്രത്തിന് അതിർത്തി വിവരണത്തോടു കൂടി ഒരു അവകാശദേശമല്ല കൊടുത്തത്. യാക്കോബ് പ്രവചിച്ചതുപോലെ ശിമിയോൻ യഹൂദ മക്കൾക്ക് ലഭിച്ച ഓഹരി അധികമായതുകൊണ്ട് അതിൽ നിന്ന് പകുത്തു കൊടുക്കുകയായിരുന്നു ചെയ്തത്. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കും. ഇപ്പോൾ പിതാക്കന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിമ്പിൽ ദൈവികമായ ഉദ്ദേശമുണ്ട്. അത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുമുണ്ട്. രണ്ടാമത്തെ നറുക്ക് ശിമിയോന് കുടുംബമായി ശിമിയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിലായിരുന്നു. ശിമിയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായതുകൊണ്ട് അവരുടെ അവകാശത്തിൻ്റെ ഇടയിൽ ശിമിയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. പ്രത്യേകമായൊരു അതിർവിവരണമില്ലാതെ യഹൂദ ഗോത്രത്തിൻ്റെ അകത്തവരെ ഉൾപ്പെടുത്തി നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. യഹൂദ ഗോത്രത്തിൻ്റെ അകത്തവരെ ഉൾപ്പെടുത്തുവാനിടയായിത്തീർന്നു. അതാണ് യോശുവ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യം. എന്തുകൊണ്ടാണ് യഹൂദ ഗോത്രത്തിൻ്റെ ഇടയിൽ ഈ ശാപം വാങ്ങിച്ച പിന്നെ ഉൾപ്പെടുത്തിയെന്നറിയാമോ? യഹൂദയിൽ നിന്ന് യഹൂദ സിംഹമായിരിക്കുന്ന ക്രിസ്തു സകല മനുഷ്യരെ സ്നേഹിക്കുന്നവരായതുകൊണ്ട്, ശാപം മാറ്റുന്നവരായതുകൊണ്ട് യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ തന്നെ ഈ യാക്കോബ് ഇഷ്ടമില്ലാതെ പറഞ്ഞ ശിമിയോനെ ഒരു അവകാശം കൊടുത്തുകൊണ്ട് ദൈവം സംരക്ഷിക്കുകയാണ് ചെയ്തത്. അത് യഹൂദ ഗോത്രത്തിൽ നിന്ന് ലോകരക്ഷകനായി വന്നിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുമ്പോൾ അവൻ ആരെയും തള്ളിക്കളയുന്നില്ല. പിതാക്കന്മാർ ഉപേക്ഷിച്ച് കളഞ്ഞാലും ദൈവം ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത് എൻ്റെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചു എന്നാലും നീ എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശിമിയോനെ അവൻ ചെയ്ത പാപം നിമിത്തം ലേവിയെയും അവൻ അനുഗ്രഹം കൊടുക്കാതെ മാറ്റിവിട്ടപ്പോൾ അപ്പൻ മറന്നാലും മറക്കാത്ത ദൈവസ്നേഹമുണ്ട്. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ശിമിയോൻ ഒരിക്കലും ഒരവകാശമായിട്ടൊരു സ്ഥലം കൊടുക്കാതെ നിന്നെ പകുത്തു കളയും, ചെതിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പകുത്തു കൊടുക്കാൻ വേണ്ടി യഹൂദ ഗോത്രത്തിൻ്റെ ഇടയിൽ അവർക്കധികമായിരിക്കുന്ന സ്ഥലം കൊടുത്തുകൊണ്ട് ദൈവം അവരെ ഉൾക്കൊള്ളുവാൻ ഇടയായിത്തീർന്നു. അത് കാണിക്കുന്നത് ദൈവസ്നേഹത്തെയാണ്. യഹൂദയിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട യഹൂദയുടെ രക്ഷകനായി വന്ന യഹൂദ ഗോത്രത്തിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് വെളിപ്പെടുത്തുക കൂടിയാണ് ഈ ഭാഗത്ത് നമുക്ക് വെളിപ്പെടുവാൻ സാധിക്കുന്നത്. മറ്റെത്രയോ ഗോത്രങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ നടുവിൽ കൊടുക്കാതെ ദൈവത്തിൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. ശിമിയോനെ നീ പാപം ചെയ്തതാ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത പാപം തൻ്റെ പിതാവിനെതിരെ ചെയ്തതാണ്. നിന്നെ അപ്പൻ മറന്നു കളഞ്ഞു, നിനക്ക് അനുഗ്രഹം പറഞ്ഞില്ല. എന്നാൽ സ്വർഗീയ പിതാവാം ദൈവം ശിമിയോന്റെ തെറ്റുകളെ അവനെ ശിക്ഷിക്കാതെ അവനും ഇസ്രായേൽ ദേശത്തിൻ്റെ അകത്ത് അവൻ്റെ പേര് നിലനിർത്തി അവൻ അവകാശം കൊടുത്തതായിട്ട് യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നു. ഇവിടെ യാക്കോബ് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ശിമിയോനെ മാറ്റിക്കൊണ്ടുള്ള ഒരു വിവരണമാണ് മോശ പ്രാർത്ഥിച്ചതെങ്കിൽ ദൈവാവകാശം കൊടുത്തപ്പോൾ യാക്കോബ് പറഞ്ഞതും മോശ പറഞ്ഞതും
അവർ ആ സമയത്ത് അവരുടെ പ്രമാണമനുസരിച്ച് അവർ ചെയ്തത് ശരിയാണ്. പക്ഷെ എന്നാൽ ദൈവാവകാശം കൊടുത്തപ്പോൾ ശിമെയോനെ മറന്നു കളഞ്ഞില്ല എന്നുള്ളത് നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം 1 മുതൽ പോലെ കാണുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അപ്പനെ വേദനിപ്പിച്ചെങ്കിലും സ്വർഗീയ പിതാവ് കരുണ കാണിക്കുന്നവനാ, മാനസാന്തരമുള്ളവനാ, അവൻ മനസ്താപമുള്ളവനാ, മാനസാന്തരപ്പെടുന്നവരെ ഉൾക്കൊള്ളുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് ഇവിടെ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലേവി ഗോത്രത്തെ പിതൃഗോത്രമായി എണ്ണരുതെന്ന് യഹോവ കൽപ്പിച്ചിരുന്നു. സംഖ്യാപുസ്തകം 1:47, 49, 2-ാം 31 പറഞ്ഞു. അതുകൊണ്ട് യിസ്രായേൽ മക്കളുടെ എണ്ണം എടുക്കുമ്പോൾ ലേവി ഗോത്രം ഒഴികെ ഉള്ളവരുടെ എണ്ണമാണ് എടുത്തിരുന്നത്. ലേവി ഗോത്രം ഒഴികെയുള്ള ആളെണ്ണത്തിന് ഒത്തവണ്ണമാണ് ദേശത്തെ വിഭാഗിച്ച് കൊടുക്കണമെന്ന് കൽപ്പിച്ചിരുന്നത്. സംഖ്യാപുസ്തകം 26:52 ദേശം വിഭാഗിച്ച് കൊടുത്തുള്ള ബന്ധത്തിൽ ഗോത്രങ്ങളുടെ പേരുകളിൽ ലേവിയ ഗോത്രമില്ല. അതിന് പകരം യോസഫിൻ്റെ 2 മക്കളായ എബ്രഹീമും മനശ്ശെയും എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 12 ഗോത്രങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രൂബേൻ, ശിമെയോൻ, യഹൂദ, സെബുലൂൻ, ഇസഖാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, എബ്രഹീം, മനശ്ശെ, ബെന്യാമീൻ. അപ്പോൾ ജോസഫിൻ്റെ പേരും അതുപോലെ തന്നെ ലേവിയുടെ പേരും മാറ്റിയിട്ട് ജോസഫിൻ്റെ മക്കളായിരിക്കുന്ന എബ്രഹീമിനെ മനശ്ശെ ഉൾപ്പെടുത്തി. അപ്പോൾ ഈ അതിന് പകരമായി ദേശം വിഭാഗിച്ചു കൊടുത്തപ്പോൾ ഇവരെ 12 പേരെയും ഉൾപ്പെടുത്തിയപ്പോൾ അതിൻ്റെ അകത്ത് ലേവി ഗോത്രത്തിന് അവകാശമില്ലാത്തതുകൊണ്ട്, പിതൃഗോത്രമായി എണ്ണാത്തതുകൊണ്ട് അവർക്ക് വേണ്ട സങ്കേതങ്ങൾ കൊടുത്ത് അവരെ പുരോഹിത ഗോത്രങ്ങളാക്കി മാറ്റിയതുകൊണ്ടാണ് അവർ പേര് മാറ്റിയത്. യോസഫിന് പകരമായിട്ട് യോസഫിൻ്റെ മകനായിരിക്കുന്ന എബ്രഹീമിനെ മനശ്ശെയെ ഉൾപ്പെടുത്തുവാനിടയാത്തത്. അങ്ങനെ വംശാവലികൾ എഴുതുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ എഴുതി വെച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് 12 മക്കളുടെ പേരുകളും പറഞ്ഞു. എന്നാൽ ശിമെയോൻ അവനെ യാക്കോന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ്റെ പേര് മാറ്റിയിട്ടാണ് ആവർത്തന പുസ്തകത്തിൽ 11 ഗോത്രങ്ങളുടെ പേര് പറഞ്ഞ് മോശെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചത്. എന്നാൽ ദൈവം അതിന് മാറ്റം വരുത്തി യോശുവയെ സ്ഥലം വീതിപ്പിച്ച് കൊടുത്തപ്പോൾ യോശുവയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗോത്രവിവരണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രൂബേൻ, ശിമെയോൻ, യഹൂദ, സെബുലൂൻ, ഇസഖാർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, എബ്രഹീം, മനശ്ശെ, ബെന്യാമീൻ എന്നിവർക്കാണ് അവകാശം കൊടുക്കുക. കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തി അവർക്ക് ദേശം വിഭാഗിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിലും ലേവി ഗോത്രം ഉൾപ്പെടുന്നില്ല. മേൽ പ്രസ്താവിച്ചിരിക്കുന്ന ഗോത്ര വിവരണമാണ് ഇതോടുള്ള ബന്ധത്തിൽ യഹെസ്കേൽ പ്രവചനത്തിൽ ഉള്ളത്. യഹെസ്കേൽ 48-ാം അധ്യായം 1 മുതൽ 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ദേശം വിഭജിക്കപ്പെടാൻ പോകുന്നത്. അതിൽ വ്യത്യസ്തമായ നഗരഗോപുരങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ലേവി ഉൾപ്പെടെയുള്ള 12 പേരുകളാണുള്ളത്. യഹെസ്കേൽ 48-ാം അധ്യായം 30-35 വരെയുള്ള ഭാഗത്ത് ലേവി ഉൾപ്പെടെയുള്ളതാണ് ഗോപുരങ്ങളുടെ ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളെ വിവിധ സന്ദർഭങ്ങളിൽ വിവരിച്ചിരിക്കുന്നതിനുള്ള വ്യത്യസ്തകളാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിന് പുറമെ ഓരോ ഉദ്ദേശമുണ്ടായിരുന്നു എന്നതും നമുക്ക് മനസ്സിലായല്ലോ. തുടർന്ന് നാം ചിന്തിക്കുന്നത് ഇസ്രായേലിന്റെ ബന്ധത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഭാവികാല പ്രവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഗോത്രവിവരണങ്ങൾ വളരെയധികം വ്യത്യസ്തമായിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ നമുക്ക് ശരിക്ക് മനസ്സിലാക്കിയാൽ 2 സുപ്രധാന കാര്യങ്ങളാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, നിത്യതയോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളെക്കുറിച്ചുള്ള ഭാവികാല പ്രവചനത്തിൽ ദാൻ ഗോത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേർ വീതം മുദ്രയിടപ്പെടുന്ന സംഖ്യയിൽ ദാൻ ഗോത്രം ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ പ്രാരംഭ വസ്തുത. എന്തുകൊണ്ടാണ് ഈ ദാൻ ഗോത്രത്തെ ഉൾപ്പെടുത്താതെ? ഇസ്രായേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളിലും 144,000 പേരെ വെച്ച് അവർ രക്തസാക്ഷികളാകുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവചനത്തിൽ യഹൂദ ഉൾപ്പെടെയുള്ള ഗോത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദാൻ ഗോത്രത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഗോത്രങ്ങളാണ് നിത്യതയോടുള്ള ബന്ധത്തിൽ ഗോപുരങ്ങളുടെ പേരുകളിൽ വരുന്നത്. അതിൻ്റെ അകത്ത് ഈ യഹൂദയുടെയും രൂബേൻ്റെയും ഗാദിൻ്റെയും ആശേറിൻ്റെയും നഫ്താലിയുടെയും മനശ്ശെയുടെയും ശിമെയോൻ്റെയും ലേവിയുടെയും ഇസഖാറിൻ്റെയും സെബുലൂൻ്റെയും യോസഫിൻ്റെയും ബെന്യാമിൻ്റെ പേരുകളാണുള്ളത്. എന്നാൽ അവിടെ ഇല്ലാതിരിക്കുന്നത് ദാൻ ഗോത്രമാണ്. എന്തുകൊണ്ട് ദാൻ ഗോത്രത്തെ ഒഴിവാക്കി എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കാണുന്ന വിഷയം യോസഫിന് 2 മക്കളായ എബ്രഹീം, മനശ്ശെ എന്നവരിൽ മനശ്ശെയുടെ പേർ പറയുന്നുവെങ്കിലും എബ്രഹീമിന് പകരമായി ജോസഫ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്.
അവിടെ എബ്രഹീം എന്ന് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ജോസഫിന് പരമായിട്ട് ജോസഫിൻ്റെ ഗോത്രമായി രണ്ട് മക്കളെ മനശ്ശെയും എബ്രഹീമിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതിനൊന്നും ദാൻ, എബ്രഹീം എന്നീ ഗോത്രങ്ങളിൽ നിന്നുള്ളവരിൽ നിത്യതയിൽ എന്നേക്കുമായി തള്ളപ്പെട്ടവരോ അവഗണിക്കപ്പെട്ടവരോ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാക്കണം. ഇതിൻ്റെ അർത്ഥത്തിൽ ദാൻ ഗോത്രത്തിൽപ്പെട്ടവരും എബ്രഹീം ഗോത്രത്തിലുള്ളവരും ഈ പാപികളാണെന്നോ തള്ളപ്പെട്ടവരാണെന്നോ ഒരിക്കലും ചിന്തിക്കരുത്. മറിച്ച് രണ്ട് വലിയ മർമ്മങ്ങളാണ് ഇതിൽ നിന്ന് വെളിപ്പെടുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. ബോധപൂർവമാണ് ഇവിടെ പേരുകൾ പരിശുദ്ധാത്മാവ് ഒഴിവാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ പേരുകൾ ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. പേരുടെ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ ദാൻ, എബ്രഹീം എന്ന ഗോത്രങ്ങളെ ഒഴിവാക്കിയതിൻ്റെ കാരണം അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നില്ല എങ്കിൽ ഉടലെടുക്കുന്നത് സങ്കീർണമായിരിക്കുന്ന ഒരുപാട് സാങ്കല്പികതകളായിരിക്കും ഉണ്ടാകുന്നത്. എത്രയോ പഠനങ്ങളാണ് നടക്കുന്നറിയാമോ? അതേക്കുറിച്ച് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കുറിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നിർവചനത്തിലൂടെ എന്തുകൊണ്ടാണ് ഇവരെ ഒഴിവാക്കിയതെന്നുള്ളത് നിത്യതയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അത് സത്യമാണ്. ഈ വ്യാഖ്യാനം ബോഷ്കല്ല, അംഗീകരിക്കാൻ തക്കതാണ്. അപ്പോൾ നിത്യതയോടുള്ള ബന്ധത്തിൽ ദാൻ എന്ന പേര് ചേർക്കപ്പെടുവാൻ കഴിയത്തില്ല. കാരണം ദാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം എനിക്ക് ന്യായം നടത്തി അഥവാ ന്യായവിധി എന്നുള്ളതാണ് ദാൻ്റെ പേര്. അപ്പോൾ നിത്യതയോടുള്ള ബന്ധത്തിൽ ന്യായവിധിയില്ല. അപ്പോൾ പുതിയ ആകാശ പുതിയ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ 12 ഗോപുരങ്ങളിൽ ഒരു ഗോപുരത്തിൻ്റെ പേര് ദാൻ എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം കാണിക്കുന്ന ന്യായവിധി എന്നാണ്. എന്നാൽ ദൈവിക നിത്യതയിൽ അഥവാ പുതിയ ഭൂമിയിലേക്ക് വരുമ്പോൾ ന്യായവിധി മാറിപ്പോയത് കൊണ്ടാണ് ഇസ്രായേലിൽ ന്യായവിധി നടത്തിയിരുന്ന ദാൻ ഗോത്രത്തെ പരിശുദ്ധാത്മാവ് ബോധപൂർവം ഒഴിവാക്കിയത്. അതല്ലാതെ ദാൻ ഗോത്രത്തിലുള്ളവരെല്ലാവരും പാവികളായിട്ടല്ല. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഭാവി കാലത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് നിത്യതയിൽ വീണ്ടും ദാൻ എന്ന ഗോത്രം അവിടെ ഒരു ഗോപുരത്തിൽ പേരുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ന്യായവിധി വീണ്ടുമുള്ളതെന്നുള്ളതാണ്. എന്നാൽ ന്യായവിധി ഒടുക്കത്തെ നാളോടുകൂടി തീരുന്നു. പിന്നീട് ന്യായവിധിയില്ല. അതുകൊണ്ടാണ് ന്യായവിധി നടത്തിയിരുന്ന ദാൻ ഗോത്രത്തിൻ്റെ പേരൊഴിവാക്കിയത്. ഇതാണ് എൻ്റെ ആത്മീയാർത്ഥം. അത് കൃത്യവും വ്യക്തവുമാണ്. അതിന് മാറ്റമില്ലാത്തതാണ്. അതല്ലാതെ മറ്റു ഒരു കാര്യങ്ങളും ഇതിനെക്കുറിച്ച് കൂട്ടിപ്പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ദാൻ ഗോത്രത്തിൽ നിന്ന് യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് വന്നെന്നൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ആത്മീയ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ് അനേകരും ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകളിലേക്ക് പോകുന്നത്. പരിശുദ്ധാത്മാവിന് തെറ്റുപറ്റത്തില്ല. അപ്പോൾ നിത്യതയിൽ പൊതുവാന ഭൂമിയിൽ ന്യായവിധിയില്ല. അങ്ങനെ ന്യായവിധി ഇല്ലെങ്കിൽ പിന്നീട് ഒരു ഗോപുരത്തിൻ്റെ പേരിൽ ന്യായവിധി എന്ന് ചേർക്കപ്പെടാൻ പാടില്ലാത്തതുകൊണ്ടാണ് ദാൻ ഗോത്രത്തെ മാറ്റിയത്. ഈ ഇസ്രായേലിൻ്റെ യാക്കോബിൻ്റെ ഭാര്യമാർ പ്രസവിച്ചപ്പോൾ അവർ പേരിട്ടത് 2 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു പേരുണ്ടാക്കിയിടുകയല്ല ചെയ്തത്. അവർ പ്രസവിക്കുന്ന സമയത്ത് പേരിടാനുള്ള ആത്മീയ കാഴ്ചപ്പാട് പരിശുദ്ധന്മാർക്കുള്ളിൽ കൊടുത്തിരുന്നു. അപ്പോൾ ദാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവനിക്ക് ന്യായം നടത്തിയെന്നാണ്. റാഹേലിൻ്റെ ദാസി ബിൽഹ പ്രസവിച്ച പുത്രൻ റാഹേൽ എന്ന് പേരിട്ടപ്പോൾ അതിന് പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമുണ്ടായിരുന്നു. യാക്കോബിൻ്റെ ഓരോ മക്കളുടെയും പേരുകളിൽ പോലും ദൈവിക മർമ്മങ്ങളാണ് മറഞ്ഞിരിക്കുന്നത്. ദാൻ്റെ പേർ പോലെ ഇസ്രായേൽ സ്വജനത്തിന് ന്യായപാലനം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തമാണ് ആ ഗോത്രത്തിനുള്ളത്. നിത്യതയിൽ ന്യായപാലനമോ ന്യായവിധിയോ ഇല്ലാത്തത് കൊണ്ടാണ് ദാൻ എന്ന ഗോത്രത്തിൻ്റെ പേർ പുതിയ യെരൂശലേം എന്ന ദൈവത്തിൻ്റെ നഗരത്തിലെ മുത്തുകളാൽ നിർമ്മിതമായ ഗോപുരങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനോട് യോജിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായിട്ടും യോജിക്കാൻ തക്കതായ ദൈവവചനത്തിൻ്റെ ആധികാരികതയിലുള്ള വ്യാഖ്യാനമാണത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യാഖ്യാനത്തെ ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അത് ഇതിനപ്പുറമായിട്ട് എനിക്കതേക്കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞല്ലോ, അനാവശ്യമായിട്ടുള്ള സങ്കീർണതകളിലേക്കും സാങ്കല്പികതകളിലേക്കും പോകാതെ
വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ മർമ്മത്തെ മനസ്സിലാക്കി അന്ന് പേരിട്ടപ്പോൾ അത് ആവശ്യമായിരുന്നു. ഇസ്രായേലിൻ്റെ ന്യായവിധി നടത്തുവാൻ വേണ്ടി, ന്യായപാലനം നടത്താൻ വേണ്ടി ദാൻ ഗോത്രത്തെ ജഡ്ജസ്സായിട്ട് അവർ കണ്ടിരുന്നെങ്കിൽ അത് പുതിയ യെരൂശലേമിലാകുന്ന ആ ഗോപുരങ്ങളിൽ, മുത്തുകളാൽ നിർമ്മിതമായിരിക്കുന്ന ഗോപുരങ്ങളിൽ ന്യായവിധിയോ ന്യായപാലനമോ ഇല്ലാത്തതുകൊണ്ട് അവർ പേർ ഒഴിവാക്കുകയാണ്. ഇതിൽ യഹൂദ മക്കൾക്കിടയിൽ ശിമിയോൻ ഓഹരി കൊടുത്തതുപോലെ സാക്ഷാൽ ദാൻ ഗോത്രത്തിലുള്ളവരും ഇസ്രായേൽ ഗോത്രങ്ങൾ ഉൾപ്പെടുക തന്നെ ചെയ്യും. 144,000 പേര് അവരെ രക്തസാക്ഷികളാകുന്ന കൂട്ടത്തിൽ ഈ ദാൻ ഗോത്രത്തിൽ ഉള്ളവരും ഗോത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. കാരണം യഹൂദ മക്കൾക്കിടയിൽ ശിമിയോൻ ഓഹരി കൊടുത്തതുപോലെ ദാൻ ഗോത്രത്തിലുള്ളവരും ഈ ഗോത്രങ്ങളുടെ ബന്ധത്തിൽ ഉൾപ്പെട്ടിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ രക്തസാക്ഷിയുടെ നാദിപരമായിട്ടുള്ള ഗണത്തിൽ ദാൻ ഗോത്രത്തിൽ ഉൾപ്പെടുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതല്ലാതെ മറ്റ് യാതൊരു കാരണവും ദാൻ ഗോത്രത്തെ ഒഴിവാക്കാനായിട്ടില്ല എന്നതാണ് വാസ്തവം. യാക്കോബ് ദാനെ പാമ്പിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കുശാഗ്ര ബുദ്ധിയെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ന്യായപാലനം ചെയ്യുവാൻ പാമ്പിനെ പോലുള്ള ബുദ്ധി ആവശ്യമാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 11-17 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദാനിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കുശാഗ്രമായിരിക്കുന്ന ബുദ്ധി പാമ്പിനെ പോലുള്ള ബുദ്ധിയുള്ള വേണം ന്യായപാലനം ചെയ്യാൻ വേണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യരുടെ പേര് മുദ്രയേൽക്കുന്ന രക്തസാക്ഷി എണ്ണത്തിൽ പറഞ്ഞിരിക്കുന്നുവെങ്കിലും എബ്രീം എന്ന് പറയാതെ യോസഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് നിത്യതയിൽ ജനസംഖ്യ വർധനവില്ലാത്തത് കൊണ്ടാണ് എബ്രീം എന്ന് യോസഫ് തൻ്റെ രണ്ടാമത്തെ മകന് പേരിടുന്നത്. സങ്കടദേശത്ത് അവനെ വർദ്ധിപ്പിച്ചു എന്ന അർത്ഥത്തിലാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 52-ാം വാക്യത്തിൽ എബ്രീം എന്ന പേരിൻ്റെ അർത്ഥം വർധനവെന്നാണ്. എന്നാൽ നിത്യതയിൽ വർധനവില്ലാത്തത് കൊണ്ടാണ് എബ്രീം എന്ന പേർ ഒഴിവാക്കി അതിന് പകരം യോസേഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പട്ടികയിൽ നിന്ന് എബ്രീം ഒഴിവാക്കപ്പെട്ടില്ല എന്നത് വ്യക്തമാക്കപ്പെടുന്നു. അപ്പോൾ ആ പേര് അതിനകത്ത് വന്നിട്ടില്ല. കാരണം നിത്യതയിൽ പുതിയ ആകാശ പുതിയ ഭൂമിയിൽ വർധനവില്ല. അതുകൊണ്ടാണ് എബ്രീം എന്ന പേര് ഗോപുരങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കുന്നത്. ന്യായവിധി ഇല്ലാത്തതുകൊണ്ടാണ് ദാനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര സിമ്പിളായിട്ടുള്ള സരസമായിട്ടുള്ള മനസ്സിലാകാവുന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണ് ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. എന്നാൽ പലർക്കും ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെക്കാൾ സങ്കീർണമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്നും മനസ്സിലാകാത്ത വിടാമെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഒരുപാട് പേര് കാണും. എന്നാൽ ദൈവാത്മാവ് വളരെ സരസമായ രീതിയിൽ, ലളിതമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു തരുമ്പോൾ അതിൽ മറിഞ്ഞിരിക്കുന്ന ആത്മീയാർത്ഥങ്ങളെ മനസ്സിലാക്കി വേണം കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ വേണ്ടി. അതല്ലാതെ ഒന്നും മനസ്സിലാകാത്ത കുറെ കടിച്ചാൽ പൊട്ടാത്ത ചില ഹീബ്രു വാക്കുകളോ മറ്റു വാക്കുകളോ ഒന്നും കൊണ്ടുവന്ന് വേദപുസ്തക പഠനത്തെ, വെളിപ്പാട് പുസ്തക പഠനത്തെ വലിയ ഭാരമുള്ളതാക്കി തീർക്കരുതെന്നും രാത്രി ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ദാൻ ഗോത്രത്തെ ഇല്ലാത്തതിൻ്റെ കാരണം മനുഷ്യ ഗോത്രമുണ്ട്, എബ്രീം ഇല്ലാത്തതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. നിത്യതയിൽ പ്രിയപ്പെട്ട വലിയ ഗോപുരങ്ങളുടെ പേരിടുമ്പോൾ ദാൻ ഗോത്രമുണ്ടെങ്കിൽ ന്യായവിധി വീണ്ടുമുണ്ടെന്നാണ് കാണിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് യോഗ്യമല്ല. രണ്ടാമത്തെ കാര്യം, വർദ്ധനവില്ലാത്തതുകൊണ്ട് എബ്രീം എന്ന പേരും വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവരെ മാറ്റിക്കളയല്ല ചെയ്തത്. ഇസ്രായേൽ ഗോത്രങ്ങൾ 144,000 പേരെ എടുക്കുമ്പോൾ ഈ ദാനും എബ്രീമും എന്ന 2 ഗോത്രങ്ങളുടെ പേര് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അവരിൽ ഉൾപ്പെടുന്നവരും ഈ 144,000 ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. 144,000 പേരുടെ സംഖ്യ ഭാവികാല പ്രവചനമായതുകൊണ്ട് ഇത് ക്രിസ്തുവിന്റെ ഭരണാരംഭം മുതൽ അവസാനം വരെ രക്തസാക്ഷികളാകുന്നവരുടെ സംഖ്യയാണിത്. അതിൻ്റെ തെളിവ് നമുക്ക് ലഭിക്കുന്നത് 5-ാം മുദ്ര പൊട്ടിക്കുന്ന സന്ദർഭത്തിലാണ്. ഭൂമിക്ക് കീഴിൽ നിലവിളിക്കുന്ന ആത്മാക്കൾക്കാണ് വെള്ള നിലയെങ്കിൽ കൊടുക്കുന്നത്. അവരോടപ്പോൾ അള്ളിച്ചെന്ന് അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്നാകുന്നു. അവരുടെ അതേ നിലവാരത്തിലുള്ളവർ ഇനിയും അവിടേക്ക് എത്തിച്ചേരുവാനുണ്ടെന്നും അപ്രകാരം രക്തസാക്ഷികളാകുന്നവരിൽ സഹഭൃത്യന്മാരുടെ ആകത്തുകയാണ് 144,000 എന്നുള്ളതുമാണ്. അവരോടൊപ്പം ആ കാലയളവിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന പുതിയ നിയമസഭയെ ശേഷിപ്പുള്ള സഹോദര പദവിയിലുള്ളവരെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് രഹസ്യവും 3.5 വർഷത്തിന് ഉള്ളിൽ തികയപ്പെടുന്നതുമായിരിക്കും. ഈ 2 വിഭാഗങ്ങളിൽ മുൻനിർണയിച്ചവണ്ണം തികയുന്നതിനാണ് അവർ വന്ന് തികയുവോളും എന്ന പദപ്രയോഗത്തിൽ നിന്ന് വ്യക്തമാക്കപ്പെടും. സ്വർഗീയതേജസ് പ്രാപിക്കാനുള്ള ജാതിയുടെ പൂർണ്ണസംഖ്യ ചേരുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. റോമർക്കെതിരെ 14:25 വാക്യം പരാമർശത്തിൽ അന്തർലീനമായിരിക്കുന്നത് ജാതിയുടെ എണ്ണം തികയപ്പെടുന്നു എന്നതാകുന്നു. അത് ആർക്കും അറിയാൻ കഴിയാത്ത
സ്വർഗീയ മർമ്മമായിരിക്കുമ്പോൾ സ്വർഗീയ യെരൂശലേമിനോടുള്ള ബന്ധത്തിൽ, പുതിയ യെരൂശലേമുള്ള ബന്ധത്തിൽ ജാതികളുടെ എണ്ണം അഥവാ സഭയിൽ നിന്ന് എത്തിച്ചേരാനുള്ള എണ്ണം തികയപ്പെടണം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ 144 എത്തിച്ചേരണം. അപ്പോൾ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് സന്തലീനമായിരിക്കുന്നത് സ്വർഗീയദേശ് പ്രാപിക്കാനുള്ള ജാതികളുടെ എണ്ണം തികയപ്പെടുന്നു എന്നതാകുന്നു. അപ്പോൾ ജാതികൾ എന്ന പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ഉൾപ്പെടുവാനുള്ളവരെ കൂടി പൂർണ്ണസംഖ്യയാണ് ഇസ്രായേൽ ഏൽക്കുന്ന കഠിനശോധനയുള്ള ബന്ധത്തിൽ തികയപ്പെടുന്നത്. യോസഫ് എന്ന പേരിൽ എബ്രഹാം മർമ്മമായി മറിഞ്ഞിരിക്കുന്നത് കൊണ്ട് പോലെ ദാൻ ഗോത്രത്തിലുള്ളവരെ യഹൂദ ഗോത്രത്തോടുള്ള ബന്ധത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ തെളിവുണ്ട്. അതോടുകൂടി അത് രേഖപ്പെടുത്തി നമുക്ക് ഈ ഭാഗം നമുക്ക് പൂർത്തീകരിക്കാം. അപ്പോൾ യാക്കോബ് ദാൻ ഗോത്രത്തെ ന്യായപാലനം ചെയ്യുന്ന ഗോത്രമായും അവൻ ബുദ്ധിയോടുള്ള ബന്ധത്തിൽ പാമ്പിനോടും സർപ്പത്തോടും തുലനം ചെയ്യുമ്പോൾ അവൻ യഹൂദയെ ബാലസിംഹത്തോടും സഹോദരന്മാരിൽ പ്രഭുവായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 49 വാക്യം. ദൈവപുരുഷനായ മോശ യഹൂദയെ സഹോദരന്മാരിൽ പ്രഭുവായിട്ട് വ്യക്തമാക്കുമ്പോൾ ദാനിനെ ബാലസിംഹമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തനം 33:22. ഞാൻ ഈ പറയുന്നത് സങ്കീർണമായി നിങ്ങൾക്ക് തോന്നുമായിരിക്കും. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രവചന ഭാഗങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ യാക്കോബ് പറഞ്ഞത് ദാൻ ഗോത്രത്തെ ന്യായപാലനം ചെയ്യുന്ന ഗോത്രമായും അവൻ്റെ ബുദ്ധിയുള്ള ബന്ധത്തിൽ പാമ്പിനോടും സർപ്പത്തോടും തുലനം ചെയ്യുമ്പോൾ അവൻ യഹൂദയെ ബാലസിംഹത്തോടും സഹോദരന്മാരിൽ പ്രഭുവായിട്ടുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 49:9. ദൈവപുരുഷനായ മോശ യഹൂദയെ സഹോദരന്മാരിൽ പ്രഭുവായിട്ട് വ്യക്തമാക്കുമ്പോൾ ദാനിനെ ബാലസിംഹമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തനം 33:22. ഇതിൽ നിന്നും ദാൻ ബാലസിംഹത്തോട് തുല്യമായി യഹൂദാ ഗോത്രത്തിൽ മർമ്മമായി മറഞ്ഞിരിക്കുന്നു. അല്ലാതെ തെളിവില്ലാതെ വെറുതെ പറഞ്ഞതല്ല, ഇത് വചനപരമായിട്ട് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശിമിയോൻ ഗോത്രത്തിന് യഹൂദാ ഗോത്രത്തിൽ കൊടുത്തതുപോലെ ഭാവിയോടുള്ള ബന്ധത്തിൽ ദാൻ ഗോത്രം യഹൂദാ ഗോത്രത്തിൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആവർത്തന പുസ്തകത്തിൽ മോശ അനുഗ്രഹ പ്രാർത്ഥന നടത്തിയപ്പോൾ അവിടെ ദാനിനെ ബാലസിംഹമായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യാക്കോബ് തൻ്റെ അവൻ പ്രവചിച്ചപ്പോൾ അവൻ യഹൂദയെ ബാലസിംഹമായിട്ട് ആണ് സഹോദരന്മാർ പ്രഭുവായിട്ടാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തുലനം ചെയ്ത് പഠിക്കുമ്പോൾ ബാലസിംഹം ആയിരിക്കുന്ന യഹൂദയുടെ കൂടെ താൻ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് മർമ്മമായി ഈ ചിന്താഗതി പഠനത്തിൻ്റെ ആധികാരികതയെ വെളിപ്പെടുത്തുകയാണ്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ള ഒരു ഗോത്രവും ദൈവിക നിത്യതയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നില്ല എന്നും ഇസ്രായേലിലെ സകല ഗോത്രങ്ങളിൽ നിന്നുള്ള രക്തസാക്ഷിയാണ് കിഴക്ക് നിന്ന് ദൈവത്തിൻ്റെ മുദ്രയുമായി കയറുന്ന ദൂതൻ സ്വർഗീയ മൗനതയുടെ അരമണിക്കൂർ സമയത്തിൽ മുദ്രയിടുന്നത് എന്നുമാണ് വ്യക്തമാക്കപ്പെടുന്നത്. അരമണിക്കൂർ മൗനതയിൽ നടക്കുന്ന രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് അടുത്ത ദിവസം നമ്മൾ ദൈവം ചിന്തിക്കും. എന്തുകൊണ്ട് ദാൻ ഗോത്രത്തെ ഒഴിവാക്കി എബ്രഹാം ഗോത്രത്തെ ഒഴിവാക്കി എന്ന് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമാണല്ലോ. നിത്യതയിൽ വർധനവില്ലാത്തതുകൊണ്ട് എബ്രഹാം ഇല്ല, നിത്യതയിൽ ന്യായവിധി ഇല്ലാത്തതുകൊണ്ട് ദാൻ ഗോത്രമില്ല. അതുകൊണ്ടാണ് അവരെ ഉൾപ്പെടുത്താത്തത്. ജോസഫ് എന്ന പേരിൽ എബ്രഹാം അടങ്ങിയിരിക്കുന്നു. യഹൂദിയോടുള്ള ബന്ധത്തിൽ ബാലസിംഹമായിട്ട് ദാനിനെ മോശ പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നു. ദാൻ ഗോത്രത്തിൽ എബ്രഹാം ഗോത്രത്തിൽ ദാൻ ഗോത്രം അടങ്ങിയിരിക്കും. അഥവാ ഗോത്രങ്ങളുടെ പേരുകൾ എഴുതി 12 ഗോപുരങ്ങൾ അവിടെ വെളിപ്പെടുത്തുമ്പോൾ യഹൂദ ഗോത്രത്തിൻ്റെ അകത്ത് യഹൂദ ഗോത്രത്തിലുള്ളവർ മാത്രമല്ല, അതിൽ ദാൻ ഗോത്രത്തിലുള്ളവർ ഉൾപ്പെട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഗോത്രത്തെ പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിത്യതയിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ള ദൂത് അറിയിച്ചുകൊണ്ട് സങ്കീർണമായിരിക്കുന്ന ഒരുപക്ഷെ ഒരുപാട് സംശയങ്ങൾക്ക് ചിന്തകൾക്ക് ഉള്ള വിഷയത്തിന്മേൽ ഇന്ന് രാത്രിയിൽ അത് മനസ്സിലാകുന്ന രീതിയിൽ ദൈവാത്മ വെളിപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവ പഠനത്തിന് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.